ഞാൻ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ഷാവരപ്പിച്ചേനെ. കാപട്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈവൻ അച്യുതാനന്ദനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾ, ആ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ എന്തിനാണ് പിണറായി വിജയൻ അന്ന് കൊലപ്പെടുത്തിയത്? ദല്ലാൽ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. പാലക്കാട്ടുകാരൻ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക്കനെ ഉപയോഗിച്ച് എനിക്കെതിരെ പണി ചെയ്ത ആളുകൾ മറ്റ് 3.5 കോടി രൂപ തട്ടിപ്പ് കേസിൽ ജയിലിനകത്ത് പോയില്ലേ? മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ, ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാൾ ചിദംബരത്തിനെ മാസങ്ങളോളം അന്വേഷിച്ച് അവസാനം ചിദംബരത്തിനെ ജയിലിൽ അയക്കാൻ സാധിച്ചുവെങ്കിൽ KC വേണുഗോപാലിനെയും ജയിലിൽ അയക്കാനുള്ള പദ്ധതികളുണ്ട്. ഞാൻ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത് പരുക്കൻ അവസ്ഥകളിലൂടെയാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി പൊതുമേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവൾ എങ്ങനെയെല്ലാം ടാർഗറ്റ് ചെയ്യപ്പെടും എന്ന് സ്വയം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു കോട്ടകൊത്തളത്തിൽ നിന്ന് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തെക്കങ്കര പഞ്ചായത്തിൽ മുൻ മന്ത്രി AC മൊയ്തീൻ്റെ നാട്ടിൽ നിന്ന് മുൻ മന്ത്രി AC മൊയ്തീൻ മന്ത്രിയാകാൻ കൂടി എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാരണമായ ഒരു ഇടത്തിൽ നിന്ന് മണലിത്ര എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വലിയ നരകയാതന അനുഭവിച്ചുകൊണ്ട് കോളേജ് കാലഘട്ടവും ഒക്കെ പിന്നിട്ട് കടന്നു വന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള അനുഭവങ്ങളായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ തീക്ഷ്ണമായിട്ട് ബുദ്ധിമുട്ടി കഠിനയാതന അനുഭവിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എനിക്ക് സന്തോഷങ്ങൾ കുറവാണ്. അതായത് നമ്മളെപ്പോഴും പറയും, അതായത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് അത് ഇടയ്ക്കൊന്ന് മാറ്റാൻ ചില ആളുകൾ ടൂറ് പോകും, ചില ആളുകൾ തെരഞ്ഞെടുപ്പിനിടയിൽ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിന് പോകും, ചില ആളുകൾ സിനിമ കാണാൻ പോകും, ചില ആളുകൾ ഒരു മ്യൂസിക് നൈറ്റ് അതിൽ പങ്കെടുക്കാം. പക്ഷേ ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ TV സിനിമയൊക്കെ കാണുന്ന ആളാണ്. അപൂർവമായിട്ട് എൻ്റെ ചെറിയ മകൻ്റെ സ്വാധീനത്താൽ ഇറങ്ങുന്ന ചില പുതിയ പടങ്ങളൊക്കെ അമ്മ കണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവനൊരു 18 വയസ്സിന് ശേഷമാണ് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകുന്നത്. എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രയധികം ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളും എൻ്റെ പൊതുപ്രവർത്തനവുമാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ ഇങ്ങനെയാണ്, അല്ല ആ കാലഘട്ടം അങ്ങനെ തന്നെയായിരുന്നു. അതായത് അരി പോലും ആളുകൾക്ക് കിട്ടാത്തൊരു സാഹചര്യം. ഞാനൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം, അതായത് ചോറില്ല കഞ്ഞി കാണാൻ ഒരാഴ്ചക്കാലം കാത്തിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാ ദിവസവും പണിക്ക് പോകുന്നവരാണ്. അപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ടും മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ കാത്തിരിക്കണം എന്നുള്ളൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്നേക്കാൾ എത്രയോ താഴ്ന്ന അവസ്ഥയിൽ ആ നാട്ടിൽ വേറെയും ആളുകളുണ്ടായിരുന്നു. എനിക്ക് ഒരു ചെറിയ കൂരയെങ്കിലും ഉണ്ടായിരുന്നു കിടന്നുറങ്ങാൻ. അതുമില്ലാത്ത കൊച്ചു എന്താ പറയുക ചായച്ചട്ടികൾ എന്ന് പറയും അവിടെ, അതായത് ചെരിഞ്ഞ് ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ മാത്രം വലിപ്പമുള്ള ചാച്ചിറക്കിയിട്ടുള്ള കുടിലുകൾക്കകത്ത് ജീവിച്ച ധാരാളം മനുഷ്യരുള്ള ഒരു ഇടം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, എൻ്റെ അച്ഛനാണെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞിയില്ലെങ്കിലും ഞാനൊക്കെ വളർന്നു വരുമ്പോൾ പറമ്പിൽ ഒരു എന്താ പറയുക കൊള്ളി എന്നാണ് അവിടെയൊക്കെ പറയുന്നത്, ഇവിടെ കപ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ പറമ്പ് നിറയെ കപ്പ വെക്കാനുള്ള ഒരു സാഹചര്യം എനിക്കൊരു 18 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിശക്തമായിട്ടുള്ള ഈ വിശപ്പിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിച്ച് അച്ഛൻ മരിച്ച് എത്രയോ വർഷം കഴിഞ്ഞ് 18 വയസ്സാകുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൃഷിഭൂമിയും അതുപോലെ തന്നെ ജീവിക്കാനുള്ളൊരു സംവിധാനവും ഒക്കെ ഉണ്ടാവുന്നത്. അത് അച്ഛൻ്റെ കഷ്ടപ്പാട് തന്നെയാണ്. കാരണം വലിയ മനസ്സുള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. ശരിക്കും എനിക്കത് ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടേക്ക് എത്തുകയാണ്. അതായത് കൂലിപ്പണിക്ക് പോകുന്ന അച്ഛന് കഞ്ഞി
ചോറ്റുപാത്രത്തിൽ ഒരു ഇങ്ങനെ ഒരു പാത്രം ഉണ്ടാവും, വള്ളിയുള്ള ഒരു പാത്രം. ഇന്ന് പല വീടുകളിൽ അത് കാണുന്നില്ല, പഴയ വീടുകളിലെല്ലാം ഉണ്ട്. തൂക്കുപാത്രം എന്ന് പറയും, ചിലർ ചോറ്റുപാത്രം എന്ന് പറയും. ആ തൂക്കുപാത്രത്തിലെ കഞ്ഞിയായിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ പറയും അത് അച്ഛൻ്റെ പങ്കാണ്, അതിന് കഴിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അച്ഛൻ എന്നോട് പറയും മോള് വരുമ്പോൾ തന്നെ അവിടെ ഒരു മതിലുണ്ട്, ചെറിയൊരു മതിൽ, ആ മതിലിരുന്ന് കുറച്ച് കഞ്ഞി മോള് കുടിക്കണം എന്ന് അച്ഛൻ പറയും. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അന്ന് അച്ഛൻ ഈ കഞ്ഞി കുടിക്കണം എന്ന് പറയുന്നത് ഒരു ധർമ്മമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. ഞാൻ കഞ്ഞി കുടിച്ചാലേ അച്ഛൻ കഞ്ഞി കുടിക്കൂ എന്നാണ് അച്ഛൻ പറയുക. പക്ഷേ അച്ഛൻ പട്ടിണി കിടന്ന് ഈ 2 പോത്തുകളെ ഉപയോഗിച്ച് നിലമുഴുന്ന സ്ഥലത്തേക്ക് 2.5 കിലോമീറ്റർ നടന്നു പോകണം. ആ 2.5 കിലോമീറ്റർ നടന്നു പോകുന്നതിനിടയിലാണ് എന്നോട് കഞ്ഞി കുടിക്കാൻ പറയുന്നത്. ഞാൻ കുറച്ച് കഞ്ഞി അവിടെ തന്നെ കുടിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അച്ഛൻ്റെ അരികിലെത്തുമ്പോൾ അച്ഛൻ ആ പാത്രത്തിൽ നിന്ന് ഈ വെള്ളം, നിറയെ വെള്ളമായിരിക്കും, ആ വെള്ളം എന്താ പറയുക ഒറ്റയടിക്ക് വലിച്ചു കുടിച്ച് അതിൻ്റെ അടിയിലുള്ള കഞ്ഞി എന്നെ ആ വരമ്പിൽ തന്നെ ഇരുത്തിയിട്ട് എനിക്ക് കഞ്ഞി കുടിപ്പിച്ച പ്ലാവലയാണെന്ന്, പ്ലാവല കുത്തി ആ കഞ്ഞി കുടിപ്പിച്ചിട്ടുള്ള ഒരു ഓർമ്മ അതെനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ തിങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ വളരെ വിശേഷമുള്ള സമയത്ത് ഒരു ഗ്ലാസ് പാല്, എനിക്ക് പാലിനോട് ഇപ്പോഴും ദേഷ്യമാണ് സത്യത്തിൽ. കാരണം അത് അന്നത്തെ അനുഭവമാണ്. അത് എന്താണെങ്കിൽ അന്നൊന്നും ഈ പാലെന്ന് പറയുന്നത് ഞാനൊരു ഈഴവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഞാനൊരു ജാതിക്കും മതത്തിനും അതീതമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ജനിച്ച സമുദായം എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. അപ്പം അന്നൊക്കെ പാവപ്പെട്ട ഒരു വീടെന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ പാല് എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് പാല് കുടിക്കാൻ ഒരു പൂജ നടക്കുന്ന ദിവസമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മച്ചിൻ്റെ മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, വിഷ്ണുമായുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അവിടെ തന്നെ ദേവിയുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു തവിട് കൊടുത്ത ഒരു പൂജ എന്ന് പറയും. ആ പൂജ ദിവസം പായസം വയ്ക്കും. ആ പായസം എന്ന് പറയുന്നത് ശർക്കരയും അരിയും മാത്രം, കാരണം നാളികേരം പോലും അന്നില്ല. അപ്പോൾ ഈ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നടന്നു പോയി ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പാല് വാങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താണ് ഈ പാവപ്പെട്ട കുട്ടികൾക്കൊന്നും ഇതിനുള്ള സാഹചര്യം ഇല്ലല്ലോ, ഈ പാല് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്ന് ഞാൻ ആ ഒരു മനസ്സിൻ്റെ ഒരു വെറും പ്രതികരണം മാത്രമാണ്. അങ്ങനെ ഈ പാല് വാങ്ങിക്കൊടുന്ന് അത് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എപ്പോഴാണ് എൻ്റെ ഒരു 17 വയസ്സിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഈ പാലൊഴിച്ച ചായ പോലും കുടിക്കാത്ത ഒരാളായിട്ട് ഞാൻ മാറി. വെളുത്ത പായസങ്ങളൊന്നും എനിക്കിഷ്ടമില്ലാതെയായി, അതായത് പാൽപ്പായസങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ ഈ ആലപ്പുഴ വന്നതിന് ശേഷം അതിൽ മാറ്റം ഉണ്ടായി. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞു, എനിക്ക് ഈ പാല് ഇഷ്ടമല്ല, പരിപ്പും എനിക്കിഷ്ടമല്ല. അപ്പോൾ സദ്യ വിളമ്പുന്ന സമയത്ത് പരിപ്പ് ആദ്യം വിളമ്പുമല്ലോ, അപ്പോൾ എനിക്ക് പരിപ്പിനെ കാണുന്നതേ ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേടാണ്. എന്താ കാര്യം എന്നറിയോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനൊക്കെ മരിച്ച് പിന്നെ ഈ സ്വന്തമായിട്ട് പറമ്പൊക്കെ കിട്ടിയ സമയത്ത് അതിൽ ഈ വലിയ വാഴ വെച്ചിട്ട് ഇത്ര നീളമുള്ള ഒരു കായ ഉണ്ടാവും. അവിടെ പറയുന്നത് അത് ചെട്ടിക്കായ എന്നാണ് പറയുന്നത്. ആ കായ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു 10 കഷ്ണാക്കും. 10 കഷ്ണാക്കി അതും കുറച്ച് പരിപ്പ് വാരിയിടും. ഈ പരിപ്പ് എവിടെ നിന്നാണ്? പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്ന തുവരപ്പരിപ്പാണ്. അപ്പോൾ ആ തുവര ഉരലിൽ കുത്തും എൻ്റെ അമ്മ. ഉരലിൽ കുത്തിയിട്ട് അതിൻ്റെ ആ മേളിലത്തെ തൊലി കളഞ്ഞ് ഈ പരിപ്പ് എടുത്തിട്ട് ഈ കായും പരിപ്പും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു വെള്ളം പോലെ ഒരു കറി, എല്ലാ ദിവസവും ആ കറിയാണ് കോളേജിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഈ പരിപ്പ് ഇങ്ങനെ വേവാതെ പകുതി വെന്ത്, കാരണം എൻ്റെ അമ്മയ്ക്ക് കൂലിപ്പണിക്ക് പോകണം. അപ്പോൾ ആ പകുതി വെന്ത് കിടക്കുന്ന പരിപ്പിനെയും കായയെയും കണ്ട് എനിക്കിപ്പോഴും ഈ സമയത്തും ദാൽ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് ദാൽ ആളുകൾ ഹോട്ടലിൽ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് പരിപ്പിനോടൊരു പ്രതിഷേധമാണ്. കാരണം അന്ന് ഇത്ര അധികം ഇത് മാത്രമേ ഉള്ളൂ, കറി എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് മടുത്ത്. അപ്പോൾ എനിക്കൊരു കറി പകരമായിട്ട് തന്ന ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്, ഷീജ എന്നാണ് അവരുടെ പേര്. ഷീജയ്ക്കാണ് എൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയാം. അപ്പോൾ ഷീജ വരുന്ന സമയത്ത് അത് സ്കൂളിലെ കറിയാണ്. 10ൽ പഠിക്കുമ്പോൾ 9, 10 2 ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ബീട്രൂട്ട് ഉപ്പേരി എന്നാണ് ഞങ്ങൾ ഇവിടെ തോരനാണ്. ആ ബീട്രൂട്ട് ഉപ്പേരി ചോറ്റുപാത്രത്തിൽ ഒരു സൈഡ് നിറച്ച് കൊണ്ടുവരും ഷീജ. എന്നിട്ട് ആ കുട്ടി കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് തരും. അപ്പം ഞാൻ വിചാരിക്കും ഷീജ എന്തിനാണ് ഇത് എനിക്ക് ആദ്യം തരുന്നത്? അപ്പോൾ ഷീജ പറയുന്നത് എൻ്റെ വീട്ടിലൊന്നുമില്ലല്ലോ, അതെനിക്കറിയാം, അവരുടെ അച്ഛൻ ചായക്കട നടത്തുകയാണ്. അപ്പോൾ ഒരു ഇലയിൽ പൊതിഞ്ഞ് ഒരു ഇഡ്ഡലിയും കൊണ്ടുവരും. ആ ഇഡ്ഡലി ഞങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിനിടയിലോ ക്ലാസ്സിനകത്തോ വെച്ച് ആ ഇഡ്ഡലി കഴിക്കും, ആരും കാണാതെ, വെള്ളം കുടിക്കും. പിന്നെ ഈ ഷീജയുടെ ബീട്രൂട്ട് തോരൻ, അത് എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലും എനിക്ക് തേങ്ങേനെ ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് ഇതൊക്കെ പറയുന്ന സമയത്ത് ഇത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഇപ്പം എന്നെ പാൽപ്പായസം കുടിപ്പിച്ചു. അമ്പലപ്പുഴയാണ്, മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം ഒക്കെ കിട്ടുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ കുടിക്കുക പതിവ്. അല്ലാതെ അത് വളരെ ആസ്വദിച്ച് ഒരു ഗ്ലാസ് മുഴുവൻ കുടിക്കുകയല്ല. എന്താ വെച്ചാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ആ മനസ്സിനകത്ത് അങ്ങനെ ഞാനൊരു കല്യാണത്തിന് പോകാനായിട്ട്
അടുത്ത വീട്ടിലുള്ള ഒരു കുട്ടിയുടെ ഡ്രസ്സ് കടം വാങ്ങി. ഇപ്പോഴല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ഈ കടം വാങ്ങിയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മകനും ഞാനും തമ്മിലുള്ള വ്യത്യാസം 1 വയസ്സ് വ്യത്യാസമാണ് ഉള്ളൂ, 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവൻ ചെറിയ കുട്ടിയാണ്, അവൻ 6ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ 8ലും. അപ്പോൾ അവിടെ ഈ പാവാടയും ബ്ലൗസും തന്നെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഇട്ട് നടന്നത് അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും കൂടി ഈ കല്യാണത്തിന് നിൽക്കുന്ന സമയത്ത് എന്നെ കാണാൻ കുറച്ച് അന്ന് ചന്തം കൂടുതലുണ്ട്, കാരണം അത് അത്രയും ഭംഗിയുള്ളൊരു ഉടുപ്പാണ്. അങ്ങനെ ഒരു ഉടുപ്പ് ഞാൻ ജീവിതത്തിൽ ഇട്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഈ ഉടുപ്പ് ഇട്ടിട്ട് ഞാൻ നിൽക്കുമ്പോൾ അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു, എന്തോ പവറ്, ഇത് ആ കാശിമാഷയുടെ മോളുടെ പാവാടയും ബ്ലൗസാണെന്ന് എല്ലാവരുടെ ഇടയിൽ പറയുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോയ പോലെയായി. പക്ഷേ അവനെ തല്ലാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ഒന്നിനും ഞാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ അവനറിവില്ല. അന്നും എനിക്ക് ഈ വിവേകം ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടി കണ്ട കാര്യം അവിടെ പറഞ്ഞു, ഞാനതിലെന്തിനാണ് വേദനിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലാണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ വലിയ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയി കടം വാങ്ങുക, അങ്ങനെ പോവുക. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് കടന്നു വന്ന ഒരാൾക്ക് കേരളത്തിൽ ഇന്ന് പൊതുപ്രവർത്തിയായിരിക്കുക. ചില ആളുകൾ പറയുന്നുണ്ട് സ്ഥാനാർത്ഥി കൂടുതൽ ചിരിക്കണം, കൂടുതൽ ആളുകളെ കെട്ടിപ്പിടിക്കണം. എന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയേ പറ്റില്ല. കാരണം ഞാൻ ഇതാണ്, കുറച്ച് ചിരിക്കാം, അതെൻ്റെ ഓൾറെഡി ഉള്ള ഒറിജിനൽ ചിരി. പ്രതികരണ ശേഷി എന്നിൽ വളർത്തിയത്. കാരണം എൻ്റെ അച്ഛൻ 8ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നത് ഒരു അത്തം ചിത്തിര ചോദ്യ ദിവസമാണ്. അപ്പം എനിക്ക് നല്ല നിർബന്ധമുണ്ട് കാക്കാപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറക്കാനായിട്ട്. ഞാൻ 5 മണിക്ക് ഞാനും എൻ്റെ ആ ഫ്രണ്ടിനെ പുറത്തിറക്കുന്നത് ആ ഓണക്കാലത്ത് മാത്രമാണ്. ബാക്കി ദിവസമൊക്കെ അങ്ങനെ കരുതലോടുകൂടി നോക്കി വളർത്തിയ ഒരു മോളാണ്. അവളുടെ പേര് ഷൈന എന്നാണ്. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഒരു മാഷയുടെ മകളായിരുന്നു, രാമൻ മാസ്റ്റർ എന്ന് പറയും, മാഷയുടെ മകളായിരുന്നു. അപ്പോൾ ഷൈനേനെ ആ സമയത്ത് മാത്രം പൂ പൊട്ടിക്കാൻ കൂടെ കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത വീടുകളിലും ഇടവഴിയിലും ഒക്കെ പോയിട്ട് ഈ പൂക്കളെല്ലാം കൊണ്ടുവന്ന്, അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു ചേച്ചിയുണ്ട് ഈ കൊട്ട ഉണ്ടാക്കി തരാനായിട്ട്. ഒരു നെയ്യുന്ന പായ കൈതോല കൊണ്ട് ഒരു ചെറിയ കൊട്ടയുണ്ടാക്കി ആ കൊട്ടയ്ക്ക് നമ്മൾ അരി കൊടുക്കണം അല്ലെങ്കിൽ നെല്ല് കൊടുക്കണം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പദം കിട്ടുന്ന നെല്ലാണ് അവർക്ക് കൊടുക്കുക, കാരണം നമ്മുടെ വീട്ടിൽ അരിയില്ലല്ലോ. അപ്പോൾ ഓണം സമയമാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ വയറ് നിറച്ച് കഴിക്കാനുള്ള ഈ അരി അത് അങ്ങനെ കൂട്ടി വെച്ച്, കാരണം എൻ്റെ അച്ഛൻ കള്ളുകുടിയോ അല്ലെങ്കിൽ ബീഡി വലിക്കുകയോ അതല്ലെങ്കിൽ നോണ് പോലും കഴിക്കാത്ത അത്രയും ഒരു ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ള ആ നാട്ടിൽ കണ്ടംപുള്ളി കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷ്ണേട്ടൻ അങ്ങനെ എല്ലാവർക്കും സ്നേഹമുള്ള ഒരാളായിരുന്നു. ആകെ എൻ്റെ അച്ഛൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ പോകും. അപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ചായക്കടയാണ്. അപ്പോൾ സത്യത്തിൽ അച്ഛൻ്റെ ഇന്ന് വാസുമാമ എന്ന് ഞങ്ങൾ വിളിക്കുക. വാസുമാമ പൈസ പോലും വാങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം വാസുമാമയുടെ വീട്ടിലെ പണി മുഴുവനും അച്ഛനാണ് എടുക്കാറ്. അപ്പോൾ അച്ഛൻ അവിടുത്തെ കൂലിപ്പണിക്കാരനുമാണ്, വാസുമാമയുടെ ഫ്രണ്ടുമാണ്. അപ്പോൾ അച്ഛൻ രാവിലെ പോയിട്ട് ഒരു ഗ്ലാസ് ചായ എൻ്റെ അച്ഛൻ നിറച്ച് കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെന്താണ്, ഞാൻ പോവും ഇടയ്ക്ക് കൂടെ. അപ്പോൾ ഞാൻ ഒരു ചായ ഇപ്പോഴും എനിക്ക് ഹോട്ടലിൽ ഇരുന്നിട്ട് കഴിക്കുന്നതിനൊക്കെ ഇഷ്ടം പ്രവർത്തകരുടെ കൂടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും അച്ഛൻ്റെ ചായ മാത്രം എന്താ നിറച്ചില്ലാത്ത, അവരെല്ലാവരും ഇത്ര വലിയ ഗ്ലാസ്സിലാണല്ലോ കുടിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അതൊന്നുമില്ല, അച്ഛന് ഇത്രയേ വേണ്ടൂ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കഞ്ഞി തരുന്ന പോലെ അച്ഛന് ചിലപ്പോൾ അത്രേ അതിനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ വന്ന കനൽ വഴികളിൽ എൻ്റെ അച്ഛന് ക്യാൻസർ ബാധിതനായി. അപ്പോൾ എന്നും നില ഉഴുവാൻ പോവും, മരം വെട്ടാൻ പോവും, അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അന്നൊക്കെ അങ്ങനെയല്ലേ, കുറേ കുട്ടികളാണ്, കുടുംബാസൂത്രണം വരെ 74ലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അന്ന് ആകെ ഒരു ആശുപത്രിയാണ് ഉള്ളത്, ഈ കുടുംബാസൂത്രണം ഉള്ള ഒരു ആശുപത്രി. എൻ്റെ നേരെ മൂത്തൊരു ചേട്ടനാണ് ഉണ്ടായത്, ആൺകുട്ടിയാണ്. അപ്പോൾ ഈ ആൺകുട്ടിക്ക് 3 വയസ്സുള്ള സമയത്ത് അമ്മ തൃശ്ശൂരിൽ പോയിട്ട് ഇങ്ങനെ പ്രസവം നിർത്തണതിനെ കുറിച്ച് ആലോചിച്ചു. ഞങ്ങൾ 6 പേരാണ് ഞങ്ങളുള്ളത്, അതായത് 5 പെണ്ണും ഒരാണും ഉള്ളത്. ഞാൻ ഏറ്റവും അവസാനത്തെയാണ്. അതിൽ ഒരു ആളും കൂടി ഉണ്ടായിരുന്നു, എനിക്ക് പകരം വേറെ ആളാണ് 3 വയസ്സിലുണ്ടായിരുന്നു. ആൾ മരിച്ചതുകൊണ്ടാണ് പിന്നീട് മരണപ്പെട്ടപ്പോൾ എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞു ഇത്രയും ഇനിയും ദൈവം തരികയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവണം, ഒരു കുട്ടി ആൺകുട്ടി ആയിരിക്കും എന്ന് അമ്മ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധം പിടിച്ചിട്ട് മീൻസ് അങ്ങനെ അമ്മയുടെ ആഗ്രഹം ഇത്രയും കുട്ടികളെ നോക്കാൻ പറ്റുമോ, ഇതന്നെ നമ്മളിങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായൊരു കുട്ടി. അപ്പം എന്നോട് അമ്മ പറയും ആണിൻ്റെ സ്വഭാവവും ഒരു പെണ്ണും, രൂപത്തിലൊരു പെണ്ണും. പിന്നെ ഇടയ്ക്ക് എന്നോട് പറയും ഇത് അന്നൊക്കെ ഞങ്ങൾ പറയാം കോരേട്ടൻ്റെ കഴിവേടം, ഞങ്ങളുടെ നാട്ടിൽ പറയും. കോരേട്ടൻ്റെ കഴിവേടം എന്ന് പറഞ്ഞാൽ കോരേട്ടനും കാളിച്ചേച്ചി എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ്. അപ്പോൾ അമ്മ പറയും നിനക്ക് കോരേട്ടൻ്റെ കഴിവേടം ഉള്ളൂ, കഴിയാനുള്ള അവസ്ഥയേ ഉള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. അതൊരു പഴഞ്ചൊല്ലാണ്, അമ്മ എഴുത്തുമായനൊന്നും ഇല്ലാത്ത ആളാണ്. എന്നാലോ മനക്കിലെ ഇത് വൃത്തി
മനക്കിലെ തമ്പുരാട്ടിയുടെ വൃത്തിയും കോരൻ്റെ കഴിവേടെ ഉള്ളൂന്ന്. അതിനർത്ഥം എന്താ വെച്ചാൽ കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആകെ എൻ്റെ അച്ഛനൊരു ഷർട്ടാണുള്ളത്. ഈ അച്ഛൻ്റെ എന്താ പറയുക, കോളേജിലല്ല 8ാം ക്ലാസ് 7ൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഷർട്ട്, ആ ഷർട്ട് ഇടുക, ഷർട്ട് ഇടേണ്ട കാര്യമില്ല അന്ന് കുട്ടികൾക്ക്, കാരണം അന്നൊരു ഷിമ്മീസാണ് ഉള്ളത് എല്ലാവർക്കും, നാട്ടിലെല്ലാ കുട്ടികൾക്കും അങ്ങനെ. എന്നാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ടിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് കഴുകി, അത് അന്ന് ഫാനൊന്നും ഇല്ലല്ലോ, അതിനെ ഉണക്കി പിറ്റേ ദിവസം രാവിലെ അത് ഇട്ട് പോകാനുള്ള. അപ്പം അമ്മ പറയണം അതിൻ്റെ ആവശ്യമില്ല, 3 ദിവസം കൂടുമ്പോൾ കഴുകിയേ പോരെ, കൂടെയുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ കഴുകുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്താണ്, അന്നേ അമ്മ പറയാറുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞാനൊരു തമ്പുരാട്ടിക്കുട്ടി ആവും എന്ന് അമ്മോട് പറയും. അപ്പോൾ അമ്മ ചിരിക്കും, അമ്മ കളിയാക്കും. പക്ഷേ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ആ വൃത്തി സൂക്ഷിക്കാനും ഉള്ളതിനെ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിലധികം ഡ്രസ്സുണ്ട്, പക്ഷേ എന്നാലും ഞാനത് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മോൻ പറഞ്ഞു അങ്ങനെ ഇനി പറ്റില്ല. എൻ്റെ മൂത്ത ആൾ പറഞ്ഞു അമ്മ കുറേ അന്ന് ബുദ്ധിമുട്ടിയതല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മ എല്ലാ വിശേഷത്തിനും ഡ്രസ്സ് എടുക്കണം അല്ല. അപ്പോൾ അങ്ങനെ 8ൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ക്യാൻസറായിട്ട് മരണപ്പെടുന്നു. ചോതി ദിവസം പൂക്കളം, അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ, പൂ പൊട്ടിക്കാൻ പോയി അതെല്ലാം കൊണ്ടുവന്ന് വലിയ പൂക്കളിടുകയാണ്. അപ്പോൾ അച്ഛൻ ക്യാൻസർ ബാധിതനായിട്ട് കിടക്കുമ്പോഴും അച്ഛൻ മരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കില്ല, കാരണം അമ്മ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ തിരിച്ചു വരും എന്നാണ്. അപ്പം ഞാൻ ബസ് കയറി പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മരിക്കുന്നതിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം അച്ഛനെ ജീവനോടെ കാണാമായിരുന്നു. പക്ഷേ വടക്കാഞ്ചേരിയിൽ നിന്ന് അമല വരെ പോകാനുള്ള ഒരു ബസ് കാശ് വരെ ലുബ്ധം പിടിച്ചിട്ട് ജീവിക്കണ ഒരു അമ്മയുടെ മകളായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും കാണാൻ പറ്റിയിട്ടില്ല, എനിക്കും കാണാൻ പറ്റിയില്ല. എൻ്റെ ചേട്ടനായിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പൂക്കളം ഇട്ടിരിക്കുന്ന വീട്ടിൽ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷമാണല്ലോ, ഓണത്തിനാണല്ലോ എല്ലാം കിട്ടുക. അന്ന് നേന്ത്രപ്പഴം ഉണ്ടാവും, അന്ന് നല്ല വയറ് നിറച്ച് ചോറുണ്ടാവും, അന്ന് നല്ല ഭക്ഷണം ഉണ്ടാവും, അന്ന് ഭഗവാന് ഇലയിൽ ചോറ് വിളമ്പും. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വിളക്ക് കത്തിച്ച് നാമൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരിക. അപ്പോഴേക്കും വെപ്രാളാവും ഇത് കിട്ടാനായിട്ട്, കാരണം ഇത് ആ സമയത്തല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ബോഡിയാണ് വരുന്നത് ചോതി ദിവസം. അതുകൊണ്ട് എല്ലാ ഓണക്കാലത്തും എനിക്ക് കണ്ണീര് വരും, കാരണം ഒന്നും അച്ഛന് കൊടുക്കാൻ പറ്റില്ല. അച്ഛൻ അത്രയധികം ഞങ്ങൾ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അടിയാണ് എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആകെ കിട്ടിയിട്ടുള്ളത്. അത് എന്തിനാണ് അച്ഛൻ തല്ലിയതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു ഷിമ്മിയിട്ട് നിൽക്കുന്നു, അടിക്കും എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ ഓടി. അപ്പോൾ ഓടിയ സമയത്ത് അച്ഛൻ പറഞ്ഞു ഓടിച്ചിട്ട് അടിക്കും എന്ന് പറഞ്ഞു. ഓടിച്ചിട്ട് അടിക്കും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ എത്രയും സ്നേഹമാണല്ലോ, ഓടിച്ചിട്ട് അടിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അവിടെ എന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരു ക്രിസ്ത്യൻ വീട്ടിലത്തെ ഒരു അമ്മിണി ചേച്ചി എന്ന് പറയും, അമ്മിണി ചേച്ചി ഉണ്ട്. അപ്പോൾ അമ്മിണി ചേച്ചിയുടെയും വർക്ക് വന്നിട്ട് എൻ്റെ മൂത്ത ചേട്ടനാണ്, അവരുടെ വീടിൻ്റെ മുന്നിലൂടെയാണ് ഓടി പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കനാലുംപുറമാണ്. അപ്പോൾ ഓടുമ്പോൾ അമ്മിണി ചേച്ചി പറഞ്ഞു കൃഷ്ണൻകുട്ടി എന്നാണ് എൻ്റെ അച്ഛനെ വിളിക്കുക. കൃഷ്ണൻകുട്ടിയെ ചെറിയ മോളല്ലേ, തല്ലണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഓട്ടം നിർത്തിയാലാണ് അടി കിട്ടാതിരിക്കുക, ഓട്ടം നിർത്തുകയാണ് മോൾക്ക് നല്ലത് എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞാലും ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കണം ഈ അടി പേടിച്ചിട്ട്, കാരണം വലിയ വടിയാണ്. അപ്പോൾ ആദ്യമായിട്ടല്ലേ അച്ഛൻ തല്ലുന്നത്, ആ ഒരു പേടിയിൽ. പക്ഷേ അച്ഛൻ എന്നെ പൂളച്ചോട് എന്ന് പറയും, ഒരു പൂള മരമുണ്ട്, വലിയൊരു മരം, ഈ പഞ്ഞിയുടെ ആ മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് എന്നെ അച്ഛൻ പിടിച്ചു. കുറേ ഓടി 1/4 കിലോമീറ്റർ ഓടിയിട്ട് അച്ഛൻ എന്നെ പിടിച്ച് എന്നെ പൊതിരെ തല്ലി, അത് കാല് മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. പക്ഷേ എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല, അത് വെച്ചാൽ ഓർമ്മയില്ലാതെയാണ് എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ് എന്നെ അച്ഛൻ അടിച്ചതെന്ന് എനിക്കപ്പോൾ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അടി എനിക്ക് ജീവിതത്തിൽ ആകെ കിട്ടിയിട്ടുള്ളൂ, ആ ഒരു അടി മാത്രം എൻ്റെ അച്ഛൻ എന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും അതെ, രാവിലെ അച്ഛൻ ഈ ചായ കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ എന്നെ വീണ്ടും എനിക്ക് വേഗം കുട്ടികളെ എനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ അച്ഛൻ പറയും ഇതെൻ്റെ ചെറിയ കുട്ടിയാണ്, അപ്പോൾ ചെറിയ കുട്ടിക്ക് ഒരു റിഡക്ഷൻ, അത്ര നേരത്തെ എണീക്കണ്ട, പാത്രം കഴുകണ്ട. എനിക്ക് മൂത്ത ചേച്ചിമാരുണ്ടല്ലോ, അപ്പോൾ അത് അവർ ചെയ്യട്ടെ. പത്മാവതി എന്നാണ് എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയോട് പറയാം അച്ഛൻ ഇത് ചെറുതല്ലേ, ഇത് ആൺകുട്ടി ഇല്ലാതെ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയൊരു ലാളനെയും എനിക്ക് കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ധൈര്യത്തിലാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അമ്മയും അച്ഛനൊക്കെ പറയാം ഇതൊരു നമുക്ക് ആൺകുട്ടിക്ക് പകരം കിട്ടിയതാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് നടന്നു പോകാനും. ഞാൻ ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ആൺകുട്ടികളുടെ സൈക്കിള് കടം വാങ്ങിയിട്ട് സൈക്കിള് ചവിട്ടി പോയിട്ടുള്ള ഏക പെൺകുട്ടി ചിലപ്പോൾ ഞാനായിരിക്കും തെക്കങ്കര പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ +1 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ധൈര്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഈ ദാരിദ്ര്യാവസ്ഥയും ഈ ബുദ്ധിമുട്ടിനെയും നമുക്ക് അതിജീവിക്കണമെന്നും നമുക്ക് മാറ്റം ഉണ്ടാക്കണമെന്നും അന്ന് തന്നെ മനസ്സിലുണ്ട്. ഒരു വിഭാഗം ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, ഒരു വിഭാഗം ആളുകൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നു, അതിന് നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. പിന്നീട് ഞാൻ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണ് ആ നാട്ടിൽ ബാലഗോകുലത്തിൻ്റെ ക്ലാസ് കൊടുക്കുന്നത്.
അപ്പോൾ അത് RSSൻ്റെ തന്നെ ഞങ്ങളുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടന, കുട്ടികളുടെ സംഘടനയാണ് ഈ ബാലഗോകുലം. അപ്പോൾ ബാലഗോകുലത്തിൽ എന്താണെങ്കിലും അവിടെ നാവൂരിൽ കടങ്കവിതകൾ, പഴഞ്ചൊല്ലുകൾ, അതുപോലെ തന്നെ ഭഗവത്ഗീത പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള ഭാഗവതം വായിക്കാൻ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിലത്തെ വീട്ടിലെ ചേട്ടനാണ് അതിൻ്റെ ആൾ. അപ്പോൾ ആളാണ് ബാലഗോകുലത്തിൻ്റെ അവിടുത്തെ കാര്യദർശി പോലെയുള്ള ചുമതലയുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പപ്പടം ഉണ്ടാക്കും, അവരെ പപ്പടം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ എന്താ പറയുക, സ്കൂൾ വിട്ട് വന്നാലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഈ പപ്പടം പൊടി തൊടുക എന്ന് പറയും. അതായത് അവർ പപ്പടം ഇങ്ങനെ എടുത്ത് കുഞ്ഞു വട്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ എറിയും. ഈ എറിയുന്ന പപ്പടത്തിനെ എടുക്കുക, 2 സൈഡിലും ഒരു പൊടി ഉണ്ടാവും. ആ പൊടിയിൽ പൊതിയ ആ പപ്പടം വീണ്ടും ചന്ദ്രേട്ടൻ്റെ അടുത്ത് ഈ പപ്പടക്കോലിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇവിടെ സ്പീഡായിട്ട് അവർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ എനിക്ക് ചെറിയൊരു തുക തരും, ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം. അതെനിക്ക് ഓർമ്മയില്ല ഇപ്പം എത്രയാണ് അന്ന് തന്നത് ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ എപ്പോഴും BJP അകത്തുണ്ട്. അന്ന് ബാലഗോകുലത്തിൻ്റെ ചുമതലയായിരുന്നു. പിന്നെ കുറച്ച് വലുതായ സമയത്ത് ഞങ്ങൾ ABVP കോളേജിൽ പോയപ്പോൾ ABVP എൻ്റെ ചേട്ടനൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു ബാലഗോകുലത്തിനോട്. അത് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആള് വേറെ സ്വന്തമായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുക, കുട്ടികളെ സൗജന്യമായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് പോവുക, അതൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും +1 +2 പ്രീ ഡിഗ്രി സമയത്ത്, ഇപ്പോൾ +1 +2 എന്നാ പറയാൻ പറ്റുള്ളൂ, അന്ന് പ്രീ ഡിഗ്രി അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്നെ കൂടെ കൂട്ടും. വിരിപ്പാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിരിപ്പാക്കിയായി. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ എടുക്കുന്ന ഒരാളായിരുന്നു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ അന്നും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കോളേജിൽ പോയിട്ടുള്ളത് ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെ അനുഭവം, അന്നത്തെ പ്രകൃതി അങ്ങനെയായിരുന്നു, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു അമ്മ പോരാട്ടം നടത്തുന്നത് കണ്ട് വളരെയല്ലേ. ഇത്രയും ആളുകളെ വളർത്താൻ വേണ്ടി എൻ്റെ അമ്മ എത്രമാത്രം ബുദ്ധിമുട്ട്. മരിച്ച ശേഷം എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അമ്മയ്ക്ക് 50 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 50 വയസ്സുള്ള 3 വയസ്സ് വ്യത്യാസം എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ളൂ. അന്നൊക്കെ അങ്ങനെയാണ്, ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കുക. അപ്പോൾ അതുമുതൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 90 വയസ്സായി. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിലും നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ ദിവസവും TV വയ്ക്കാൻ പറയും. എൻ്റെ നേരെ മൂത്ത ചേച്ചിയുണ്ട്, ചേച്ചി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്കൊക്കെ പോകുന്ന ഒരാളാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പം ഞാൻ നിർത്തിച്ചു അത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സുഖല്യാതെയായി. അപ്പോൾ ഒറ്റയ്ക്ക് അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല, വടി കുത്തിയിട്ടാണ് നടക്കുക. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മ വീണു. പിന്നെ അടുത്ത വീട്ടിലെ ആളുകളെല്ലാം കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ പോവുക. ഇവിടെ മുതൽ ഇവിടെ വരെ അമ്മയ്ക്ക് സ്റ്റീലിട്ടു. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് മൂക്കുന്നിടയ്ക്ക് ബ്ലഡ് വരും, പ്രഷർ ഉണ്ടാവാൻ പാടില്ല. എന്നെക്കുറിച്ചൊക്കെ ഞാൻ പറയും ന്യൂസ് കാണുക വേണ്ടാന്ന്. പക്ഷേ ന്യൂസ് വെച്ച് എന്തെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് ടെൻഷൻ വരും, പ്രഷർ കൂടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇനി പണിക്ക് പോകണ്ട, ചേച്ചി അവിടെ നിന്നാൽ മതി, അമ്മയെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ കരുതലിലാണ് ഇപ്പം എൻ്റെ അമ്മ സന്തോഷമായിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, സുഷമ സ്വരാജ് കേരളത്തിൽ വന്ന സമയത്ത് സുഷമാജി പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്ന് 17 വയസ്സാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗം നടത്തുന്നത്. വലിയ സ്റ്റേജാണ്, പക്ഷെ വലിയ സ്റ്റേജാണെന്നൊന്നും പേടിയില്ലാതെ കയറി പ്രസംഗിക്കുന്നു. സുഷമാജിക്ക് അത് ഭയങ്കര ഇഷ്ടം വരുന്നു. സുഷമാജി പറഞ്ഞു ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 18 വയസ്സിൽ അന്ന് സുഷമാജിയുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹിന്ദിയിൽ ഫ്ലുവൻ്റായിട്ട് സ്പീച്ച് നടത്തി വലിയ ഉന്നത പദവിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ നിർബന്ധമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാലും അമ്മയെ അതിജീവിച്ചുകൊണ്ട് ഞാൻ സേവാവൃത്തിയായിട്ട് പോകാൻ തീരുമാനിച്ചു. സംഘത്തിൻ്റെ തന്നെ മുഴുവൻ സമയം പ്രവർത്തിക്കായിട്ട് പോവുക. വിവാഹമൊന്നും കഴിക്കാതെ ജീവിക്കുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട് നാട്ടിൽ. അപ്പോൾ അത് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്താണ് രാമക്ഷേത്രത്തിൻ്റെ ഇഷ്യൂ വന്ന് സംഘത്തെ നിരോധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 18 വയസ്സ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മുഴുവൻ സമയം പ്രവർത്തിയായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആലുവയിൽ തോട്ടക്കാട്ടുകരയിൽ കുട്ടൻചേട്ടൻ എന്ന് പറയുന്ന ഒരു RSSകാരൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ചു. കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ എൻ്റെ വീടിനെ നോക്കാൻ സംഘത്തിൻ്റെ ആളുകളുണ്ടാവും, എനിക്ക് കല്യാണം കഴിക്കേണ്ട, അങ്ങനെ പോയി ജീവിക്കാം എന്നുള്ളൊരു. പക്ഷേ അത് നടന്നില്ല. കാരണം ഈ സംഭവം വന്നതോടുകൂടി സംഘത്തിനെ നിരോധിച്ചു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ മുഴുവൻ സമയ പ്രവർത്തനം ഒന്നും നടക്കാതിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ കരച്ചിലും നിലവിളിയൊക്കെ ആയിട്ട് അമ്മ 2-3 ആളുകളെ കൂട്ടി അന്വേഷിച്ച് വന്ന് അവസാനം ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം മാരാർജി ഒഴിച്ചിലിന് വേണ്ടി വന്നു. അപ്പോൾ ഒഴിച്ചിലിന് വേണ്ടി വന്ന സമയത്ത് മാരാർജിയെ കാണാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ പോയപ്പോൾ മാരാർജി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത്ര നല്ലൊരു കുട്ടി, ഞാൻ നല്ല കുട്ടിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല, എനിക്ക് കാഴ്ചയിലേക്ക് ഞാൻ നല്ല കുട്ടിയാന്നാണ് മാരാർജി പറയുന്നത്. അപ്പോൾ മാരാർജി പറഞ്ഞു ഇത്രയും നല്ലൊരു മോള് ഈ വയസ്സിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട്. അദ്ദേഹം പറഞ്ഞു മോൾക്ക് ഞാൻ കാണുന്ന ഒരു ഭാവി എന്ന് പറയുന്നത് വലിയൊരു ഭാവിയാണ്, നന്നായി പ്രസംഗിക്കണമൊക്കെ ചിലപ്പോൾ മാരാർജി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആദ്യമായിട്ട് മാരാർജി കണ്ടു. പിന്നെ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരാം, ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മാരാർജി പറഞ്ഞു ഇപ്പം എന്തായാലും നിരോധനമാണല്ലോ, അപ്പം അമ്മ ഇത്രയും കരഞ്ഞ് നിലവിളിക്കുന്ന സാഹചര്യമല്ലേ, അപ്പം അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. അപ്പം അമ്മ ഭയങ്കര അഭിമാനിയാണ്. നമ്മുടെ പേടി എന്താണ്, ഇങ്ങനെ ഏതെങ്കിലും നാട്ടിലേക്ക് ഈ കുട്ടി പോയാൽ
ഇനിയിപ്പോൾ എങ്ങനെയും പോവോ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അമ്മയുടെ അതിശക്തമായ നിർബന്ധം കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഹിന്ദി പ്രവേശിക, വിശാരദ്, പ്രവീൺ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കോഴ്സൊക്കെ, ഹിന്ദി കോഴ്സൊക്കെ അന്ന് പഠിച്ചു. അതിപ്പോൾ ഉപകാരമായി. ഹിന്ദി ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് അന്ന് പഠിച്ചത് ഉപകാരമായി. അത് കഴിഞ്ഞ് വീണ്ടും മലപ്പുറത്ത് വിവാഹം കഴിച്ച് പോയതിന് ശേഷം ഞാൻ പണ്ഡിറ്റ് കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കായിരുന്നു. പക്ഷേ എന്നെപ്പോലെ ഒരു പാവം ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളോട് പറയും, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാവും, അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. പക്ഷേ ഹിന്ദി അത്രയും പഠിച്ചു. എനിക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതുന്ന സമയത്ത് കിട്ടും. ഞാൻ എനിക്ക് ഒരുപാട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിനെ ഈ തലത്തിലേക്ക് എത്തിച്ചത് ആ കല്യാണത്തിന് ശേഷം തന്നെയാണ്. എനിക്ക് ഒരുപാട് സഹായ സഹനങ്ങളും പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് അദ്ദേഹം എൻ്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബവും കുട്ടികൾ നമ്മളോട് എപ്പോഴും അറ്റാച്ച്ഡായിട്ട് നിർത്താൻ പറ്റും. പക്ഷേ കുടുംബത്തെ ഒരുപക്ഷെ നമുക്ക് അത്ര അധികം, കാരണം നാട് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാൾ, ഒരു എന്താ പറയുക, ഉത്തമയായിട്ട് ഭർത്താവിനെ നോക്കി ശുശ്രൂഷിക്കുന്ന ഒരു ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വേവലാതിപ്പെടുന്നില്ല. കാരണം എനിക്ക് കുടുംബത്തിനേക്കാൾ വലുത് പാർട്ടി തന്നെയാണ്. പാർട്ടി എന്ന് പറയുന്നത് പ്രസ്ഥാനം അത്രയും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, ആ തോന്നലിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ കരുത്തോട് കൂടിയിട്ട് നിൽക്കുന്നത്. നോക്കൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലെ ജനങ്ങൾ ആകമാനം കണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ കണ്ടത് എന്താണ്? ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്തിക്കുമെന്നുള്ള ധാരണയാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വെറും ഒരു കപട വിഗ്രഹമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു. കാരണം കാപഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈവൻ അച്യുതാനന്ദനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾ. സ്വന്തം ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ കൈകാര്യം ചെയ്തത്? ഇവൻ അച്യുതാനന്ദൻ്റെ മകൻ്റെ ഒരു കേസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പോലും അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്? അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കൈകാര്യം ചെയ്യാമെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അത്രയും വലിയ ചങ്കൂറ്റം കാണിച്ച ആളാണ് അച്യുതാനന്ദൻ, അല്ലേ? പക്ഷെ പിണറായി വിജയൻ്റെ പണി എന്താണ്? പിണറായി വിജയൻ തൻ്റെ മുഴുവൻ കഴിവും പ്രാപ്തിയും ആ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ദുരുപയോഗം ചെയ്ത ഒരു കാപഢ്യക്കാരൻ. അതായത് 1957 നമ്മുടെ രാജ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സംഭാവന ചെയ്തു എന്ന് വീറും വാശിയോടും കൂടി പറയാൻ സാധിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ വരെ തലകുനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് നന്നാവുക? കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമറ വിവാദം ഉണ്ടായി. ഈ ക്യാമറ കേസിൽ ജെയിംസ് പാലമറ്റം പറഞ്ഞത് 57 ലക്ഷം രൂപ പോലും വേണ്ട, 47 ലക്ഷത്തിന് ഞാൻ ക്യാമറ വെക്കാം. ഈ മുഖ്യമന്ത്രിയുടെ ആളുകളെ കണ്ടു പറഞ്ഞല്ലോ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിറകിൽ വർഷങ്ങളായിട്ട് ഈ വ്യക്തി ചെയ്യുന്ന അന്യായങ്ങളെ പഠിക്കുകയും പരിശോധിക്കുകയും അത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രകാശ് ബാബുവിനെ, കോഴിക്കോട്ടുകാരനാണ് പ്രകാശ് ബാബു, ഈ പ്രകാശ് ബാബുവിനെ ഔട്ട് ഓഫ് കൺട്രി വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ഇവിടെ അധികാരത്തിലിരിക്കണം, അധികാരത്തിൻ്റെ തണലിൽ പ്രകാശ് ബാബുവിനെ കൊണ്ടും ഈ വിവേക് എന്ന് പറയുന്ന മകനെ കൊണ്ടും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കണം. ആ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കുന്നതിനെതിരായിട്ട് കേരളത്തിൽ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ടി.പി. ചന്ദ്രശേഖരൻ എന്തിനാണ് 51 വെട്ടി കൊലപ്പെടുത്തിയത്? ആരാ ആ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്? ആ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തിറക്കി കൊടുത്തത് ആരാണ്? അവരെങ്ങനെയാണ് ക്രിമിനലുകളായത്? കേരളത്തിൽ ആദ്യത്തെ കൊലപാതകം. എനിക്ക് ഈ പിണറായി വിജയനെ ഇത്രയും ദേഷ്യം വരാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ധീരനായിട്ടുള്ള, ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണനാണ്. ആ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ എന്തിനാണ് പിണറായി വിജയൻ അന്ന് കൊലപ്പെടുത്തിയത്? അന്ന് പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്നറിയാത്തവരായി കണ്ണൂരിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ പോലും ഇല്ല. അപ്പം അന്ന് മുതൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ, അത് കഴിഞ്ഞു, ആ മനുഷ്യനെ കൊന്നതിന് ശേഷം മകൻ റമിത്തിനെ കൊന്നില്ലേ? മകൻ വളർന്ന് വലുതായി ആ അമ്മ തയ്യൽ ജോലി, തുന്നൽ ജോലി ചെയ്ത് കിട്ടിയ പൈസ ഉപയോഗിച്ച് മക്കളെ വളർത്തിയെടുത്ത് മകള് പരിപൂർണ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് മകനെ വെട്ടിക്കീറി കൊലപ്പെടുത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ. ആരാ നേതൃത്വം കൊടുക്കുന്നത്? അതായത് പിണറായിയുടെ പഞ്ചായത്തിലും ആ പ്രദേശത്തും എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടല്? എത്ര ആളുകളുടെ ജീവനാണ് ഇവർ അപഹരിച്ചെടുത്തത്? അപ്പോൾ ഇന്ന് കേരളത്തിൽ കാണുന്ന 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ഇടനിലക്കാരനാണ് കേരള
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ജയസൂര്യൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പണിക്കാരനാണ്. നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ പണിക്കാരനായിട്ട് ഇരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത പിണറായി വിജയനില്ല. ഞാൻ ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MP ആയാൽ ശോഭാ സുരേന്ദ്രന് കൊമ്പില്ല. ഞാൻ ആലപ്പുഴക്കാരുടെ പണിക്കാരിയാണ്. പണിക്കാരിയായിട്ട് ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരുത്തനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ പിണറായി വിജയൻ മകൻ വിവേകിനെ കൊണ്ട്, മകൻ്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് 47 ലക്ഷം രൂപയ്ക്ക് വെക്കേണ്ട ക്യാമറ 387 ലക്ഷത്തിന് വെപ്പിക്കുമ്പോൾ അൽഹിന്ദ് കമ്പനിക്കാരൻ്റെ അവരുടെ ഓഫീസിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയിൽ ഈ പ്രകാശ് ബാബുവിൻ്റെ പടമുണ്ട്. അവരുടെ മിനിറ്റ്സ് ബുക്കിൽ പ്രകാശ് ബാബുവിൻ്റെ ഒപ്പുണ്ട്. അത് ദേശീയ ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് കോടതിയിൽ പോയത്. എന്തിനാ പോയത്? കോടതിയിലേക്ക് അൽഹിന്ദ് കമ്പനിക്കാരനെയും ജെയിംസ് പാലമറ്റത്തിനെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചാൽ പേടിച്ചിട്ട് പറയുമോ? അതായത് ഈ കൊട്ടേഷന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ കേരളത്തിലെ ഈ കമ്പനി നടത്തിപ്പുകാരായിട്ട് മുതലാളിമാർക്ക് തൻ്റെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ അവരെ രണ്ടുപേരെയും നേരിട്ട് കണ്ട ആളാണ്. അൽഹിന്ദിൻ്റെ മുതലാളിയെയും ഞാൻ നേരിട്ട് കണ്ടു, ജെയിംസ് പാലമറ്റത്തിനെയും ഞാൻ നേരിട്ട് കണ്ടു. അവർക്കൊക്കെ പല കാര്യങ്ങളിലും ഭയപ്പാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. പിണറായി വിജയനെ ഗോവിന്ദമാഷിക്ക് വരെ പേടിയാണ്. ഗോവിന്ദമാഷിയുടെ ഭാര്യ ആന്തൂരിൽ സാജൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ സമ്പാദ്യങ്ങളും ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുവന്ന് അവിടെ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചപ്പോൾ സാജനെ വീർപ്പ് മുട്ടിച്ച് കൊലപ്പെടുത്തി. പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോബി നേതൃത്വം, കണ്ണൂരിലെ ക്രിമിനൽ ലോബിയാണ് ആ സാജന് വേണ്ടിയിട്ട് ഈ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ. ഗോവിന്ദമാഷിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിരുന്നു. അവർ പോലും ഒരു ഘട്ടത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ അവരെ കൊണ്ടുകൂടി ഒപ്പിടാൻ സമ്മതിക്കാതെ, ഇത് ബൂർഷയാണെന്നാണ് പറഞ്ഞത്, സാജൻ ബൂർഷയാണ്. പക്ഷേ ക്ലോസറ്റിനെതിരെ സമരം, ട്രാക്ടറിനെതിരെ സമരം, അതുപോലെ മൊബൈൽ ഫോണിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, AC-ക്കെതിരെ സമരം. ഇപ്പം എന്തായി പിണറായി വിജയൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ കമല പാൻറ് ജീൻസ് അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ജനങ്ങളുടെ ചെലവിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ആ പാൻറ്റിൻ്റെ 2 പോക്കറ്റിൽ ആപ്പിൾ ഫോണാണ്. ഇവർക്ക് സ്വകാര്യ വിമാനം വേണം, ഇവർക്ക് AC ശീതീകരിക്കാത്ത കാറ് വേണ്ട, AC മുറി വേണം. ഇപ്പം ഇവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം വേണം. പക്ഷെ പാവപ്പെട്ട സഖാവിൻ്റെ മക്കൾ ഈ സൗകര്യങ്ങളൊന്നും പാടില്ല. അവൻ എന്നും ചെറ്റക്കുടിലിൽ ജീവിക്കണം. അവൻ +2 കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല. അവൻ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുക, കൊടി പിടിക്കുക, അവൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, അവൻ മയക്കുമരുന്നിന് അടിമയാവുക. ഇവിടെ തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഷാനവാസ് അല്ലേ MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിച്ചില്ലേ? ആ ഷാനവാസിനെ എന്നേക്കുമായിട്ട് പടിയടച്ച് പിണ്ടം വെക്കണ്ടേ ഈ പാർട്ടി? എന്താ തീരുമാനിക്കാത്തത്? തീരുമാനിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞത് എന്താണെന്നറിയോ? കണ്ണൂരിൽ ഒരു മയക്കുമരുന്നിൻ്റെ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അത് കോഴിക്കാട്ടം, കോഴി വേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലോഡ് നിറച്ച് കോഴി വളം വരുന്നതിൻ്റെ കൂട്ടത്തിൽ മയക്കുമരുന്ന് കൂടി കൊണ്ടുവരുന്നതിൻ്റെ കഥ ഞാൻ തുറന്നു പറയുമെന്ന് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വെല്ലുവിളിച്ചു. അത് കണ്ണൂരിലെ ലീഡറുടെ മകനാണെന്നാണ് പറയുന്നത്. ഏത് മകനാണ്? എന്താ പറയാത്തത്? അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ നിജസ്ഥിതിയും പുറത്തു വരും എന്നുള്ളതല്ലേ? അതുകൊണ്ടല്ലേ അന്ന് ഷാനവാസിനെ പറയിപ്പിക്കാതിരുന്നത്? അല്ല, കള്ളക്കടത്തുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞ് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളത് എനിക്കറിയാമെന്ന് കളവ് പറയാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയെല്ലാം വരും. എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായി ദേശീയ ഏജൻസി അന്വേഷിക്കുകയും ഇത് അധിക കാലം ഈ വണ്ടി, പിണറായി വിജയൻ്റെ കുടുംബ വണ്ടി ഉണ്ടല്ലോ, ഈ കുടുംബ വണ്ടി അധിക കാലം സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകില്ല. അന്വേഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ടുണ്ടാകും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ. അല്ല, എല്ലാം, അതായത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള പല തെളിവുകളും പലരും ദേശീയ ഏജൻസി മുൻപാകെ കൊടുത്തിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം വരും. കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലേക്കും അതിൻ്റെ ചെയിൻ നീളുകയാണ്. കാരണം AC മൊയ്തീൻ ഒറ്റയ്ക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകരോടല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ദേശീയ ഏജൻസി മുൻപാകെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എത്തിച്ചതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷത്തെ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെയും എൻ്റെയും അധ്വാനം കൊണ്ട് അവിടെ പലരെയും ചോദ്യം ചെയ്യിക്കാനും ഈ കേസിനെ ഇതുവരേക്ക് എത്തിക്കാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള
ആയിട്ടുള്ള എനിക്ക് കൂടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭീഷണികളും അതിൻ്റെ എല്ലാ എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ സമയത്തും ഡൽഹിയിൽ പോയി ദേശീയ ഏജൻസിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ചില ആളുകളെല്ലാം അങ്ങനെ ഞങ്ങൾ വരില്ല, ഞങ്ങൾ ED ചോദ്യം ചെയ്താൽ ഞങ്ങളെ EDയെ വിട്ട് പേടിപ്പിക്കേണ്ട, ഭീഷണിപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, ED എന്ന് പറഞ്ഞാൽ BJPക്കാരുടെ അമ്മായിയുടെ മകനല്ല, അമ്മാമൻ്റെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. EDയുടെ പണിയെടുക്കണം. EDയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? അത് ഈ രാജ്യത്തിൻ്റെ പൊതുമുതലാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് EDയുടെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായി തന്നെ ഇവിടെ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ശത്രുക്കൾ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. എനിക്കിതൊന്നും പേടിയല്ല. കാരണം ഇരുട്ട് നിറഞ്ഞ ഒരു നാട്ടിൽ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സമൂഹം എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആ ഇരുട്ട് നിറഞ്ഞ ഇടത്തിൽ നിന്ന് ഇത്രയും വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാനും ഒരു കഠിനയാതന അനുഭവിച്ച് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിജിയോടൊപ്പം കഴിഞ്ഞ 5-8 വർഷമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനും അമിത്ഷാജിക്ക് ഉൾപ്പെടെ വിശ്വാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളന്മാരെ ഒരു വഴിക്കാക്കിയിട്ടേ ഞാൻ മുന്നോട്ട് ഇനി ഈ പരിപാടി നിർത്തൂ എന്നുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്താൻ ആളെ വിട്ടിട്ട് കാര്യമില്ല. എനിക്ക് പ്രോത്സാഹനം നൽകാനും പണം നൽകാനും ആവശ്യപ്പെട്ട ആരും വന്നിട്ട് കാര്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ലണം. ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ കേരളത്തെ കൊള്ളയടിച്ച പാവപ്പെട്ടവൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്തവരെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നിർത്തൂ. അതിന് പല അണിയറയിൽ എനിക്കെതിരെയായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട്. ആ നടന്നതിൻ്റെയും ഒരു ഇരയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാണ് പോകുന്നത്. പിണറായി വിജയൻ ആലിൽ പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത്. മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ്. വീണ, ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ, വീണയെ ചോദ്യം ചെയ്യും, വിളിപ്പിക്കും. കമല വയസ്സുകാലത്ത് കമലയെടുത്തി ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും, ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ മകനെ വിളിപ്പിക്കും. നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത്? എന്താ കിട്ടിയത് കേരളത്തിലേക്ക്? തമിഴ്നാട്ടുകാരന് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വന്നോ? ഇല്ല. ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ മുഴുവൻ ഈ നാട് രക്ഷപ്പെടില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ പുറം നാടുകളിലേക്ക് ചേക്കേറുകയാണ്. എന്തുണ്ടാക്കാനാണ് പിണറായി വിജയനെ കമലയിടത്തെയും കൂടിയിട്ട് ഈ കറങ്ങി നടന്നത്? ഇത്രയും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും ദേശീയ ഏജൻസി മുൻപാകെ നിങ്ങൾ എണ്ണി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് നിങ്ങൾ ആരെ വിലക്കെടുത്തിട്ടും കാര്യമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ തകർക്കാൻ, അതായത് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ചില ലോബികളുടെയും പ്രവർത്തന ഫലമായിട്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റോഡ് സൈഡിൽ 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ക്രൈമിന് നിങ്ങളൊരു കള്ള ആധാരം, ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന്റെ കോപ്പി ഉണ്ടാക്കി ക്രൈമിന്റെ ശ്രീമാൻ നന്ദകുമാറിനെ നിങ്ങളെ ഏൽപ്പിച്ചു. അദ്ദേഹം കിട്ടിയ ആ വാർത്ത അദ്ദേഹം ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞു, ആ 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ടെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വിറ്റിട്ട് എന്ത് തന്നാൽ മതി? കുറച്ച് കാശ് തന്നാൽ മതി. എനിക്ക് എന്തായാലും ഇല്ലല്ലോ. ദേശീയ പാതയോരത്ത് എനിക്ക് അങ്ങനെ ഒരു ഭൂമിയില്ല. അങ്ങനെ ഒരു വാർത്തയുണ്ടായി. എനിക്ക് നിങ്ങൾ 100-110 കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ചേർത്തുകൊണ്ട് പിണറായി വിജയനെ കള്ളക്കടത്തിൽ സഹായിച്ചിട്ടുള്ള പാലക്കാട്ടുകാരൻ ഐസക്കിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ഈ ഐസക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഐസക്കിനെയും കണ്ടിട്ടില്ല. ഐസക്ക് ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഐസക്കിൻ്റെ ശബ്ദത്തിൽ എൻ്റെ ശബ്ദത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രൈമിനെ ഏൽപ്പിച്ചു അന്ന് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിന് മുമ്പ്. അത് കഴിഞ്ഞ് ഐസക്കിനെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാടിലുള്ള BJPയുടെയും സംഘസ്വയംസേവകന്മാരും പോയ സമയത്ത് ഐസക്ക് പറഞ്ഞ എന്താണ്? ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി കൊടുത്തു, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാമെന്ന് പറഞ്ഞ് ഐസക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്കിൽ ഐസക്ക് പോസ്റ്റ് ഇട്ടാൽ
ക്രൈമിൽ വന്ന വാർത്ത ലക്ഷക്കണക്കിന് ആളുകളാണെന്ന് കണ്ടത് അല്ലേ? അത്രയും ആളുകൾ കണ്ടപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ട്. എൻ്റെ തറവാട് വന്ന് കാണാൻ ഞാൻ പറഞ്ഞു ശ്രീമാൻ നന്ദകുമാറിനോട്. എൻ്റെ അമ്മയെ കാണാൻ പറഞ്ഞു. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് എൻ്റെ 90 വയസ്സ് കഴിഞ്ഞ അമ്മ ജീവിക്കുന്നത്. എൻ്റെ ചേച്ചി കൂലിപ്പണിക്ക് പോവാണ്. അവരെ മുഴുവൻ കാണാൻ പറഞ്ഞു. എൻ്റെ മക്കൾ HR MBA കഴിഞ്ഞ കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ ബന്ധുവിന്, എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു ജോലി ഞാൻ ഒരാളുടെ കാലും പിടിച്ച് റെക്കമെൻഡ് ചെയ്ത് വാങ്ങി കൊടുത്തിട്ടില്ല. എൻ്റെ മകൻ MSc മാത്സ് കഴിഞ്ഞൊരു കുട്ടിയുണ്ട്, അവനൊരു ജോലി വാങ്ങി കൊടുത്തിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു നന്ദേട്ടനൊന്ന് ചെല്ലൂ, എൻ്റെ വീട്ടിൽ പോവും, അവിടെ എൻ്റെ ബന്ധുക്കളോട് ചോദിക്കും ഞാൻ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ചെയ്തിട്ടില്ല. എൻ്റെ 2 മക്കളുണ്ടായി. ഈ 2 മക്കൾക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ എനിക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ എൻ്റെ ഈശ്വരൻ വരുത്തിയില്ല. എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പനാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എൻ്റെ 2 കുട്ടികൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയിലെ 3 കുട്ടികളിൽ ഒരാളായിട്ടാണ് എൻ്റെ മൂത്ത മകൻ മാറിയത്. ഡൽഹി IIT-യിൽ 6ാം റാങ്കാണ് അവന് കിട്ടിയത്. അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിൽ ഒരു ലെക്ചറായിട്ട് ജോലി ചെയ്തു. 18 വയസ്സ് മുതൽ ആ കുട്ടിക്ക് കിട്ടിയ പൈസകൾ മുഴുവൻ ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടി. ഇന്ന് ചെറുപ്പക്കാരങ്ങനെ കൊടുക്കുമോ? അമ്മമാർക്ക് സമ്പാദിച്ച പൈസ മുഴുവൻ അമ്മയ്ക്ക് ചെലവഴിക്കാൻ കൊടുക്കുമോ? എല്ലാം അമ്മയ്ക്ക് തന്നൊരു മകനാണ്. ഈവൻ അമ്മയ്ക്ക് മാനസികമായിട്ട് വ്യക്തിപരമായിട്ടൊരു ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ മോനോട് അമ്മയുടെ കൂടെ നിൽക്കണം, കാരണം അമ്മ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് അമ്മ ശരിയാണ് എന്ന് ബോധ്യം വരുന്ന 2 കുട്ടികൾ. ഒരാൾ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അയാൾ എൻ്റെ സ്വഭാവമാണ്. കാരണം അയാൾ പറയുന്നത് 100ൽ 100 മാർക്ക് വാങ്ങലല്ല. യദുലാൽ കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. അവൻ പറയുന്നത് ചേട്ടൻ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, ചേട്ടൻ ഇപ്പോൾ അമേരിക്കയിലുള്ളത്. കാരണം പബ്ലിക് പോളിസി പഠിക്കാൻ ശശി തരൂരിന് ശേഷം അവസരം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്, ശാസ്ത്രജ്ഞനാണ്, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് അമ്മയ്ക്ക് ഇടയ്ക്ക് കാണാൻ ഒരു മകൻ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് 100ൽ 96 മാർക്ക് കിട്ടിയിട്ട് ഞാൻ പറയും മോനെ എന്താ മോൻ ചേട്ടൻ്റെ സ്കൂൾ ഫസ്റ്റ് ആവാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ചന്ദ്രൻ ചന്ദ്രൻ്റെ സമയത്തും സൂര്യൻ സൂര്യൻ്റെ സമയത്ത് അമ്മ പ്രകാശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ടുള്ള മകനാണ്. അപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര തമാശയാണ് തോന്നുക. കാരണം ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി ഒരു 12ഓളം കൂട്ടുകാരുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് വാങ്ങിയ സാധനം നാളെ കാണില്ല. അപ്പം യദു പറയും അതിനെന്താണ്, യദു കഴിച്ചാലും അവർ കഴിച്ചാലും ഒരുപോലെയല്ലേ. യദു എന്നെ മര്യാദയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. യദുവിനൊരു ഷർട്ട് വാങ്ങിക്കൊടുത്താൽ യദുവിൻ്റെ ഷർട്ട് പിന്നെ കാണില്ല. പിന്നെ ഏതെങ്കിലും കുട്ടി അവിടെ മൂക്കുതലയിൽ ആ ഗ്രാമത്തിലിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും കുട്ടാ നീ ഇത് വേറെ വാങ്ങണ്ടേ? അപ്പോൾ അമ്മ വേറെ മേടിച്ചോളൂ, നമ്മുടെ കയ്യിൽ പൈസയില്ലേ, അമ്മ വേറെ മേടിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറയാനുള്ളത് ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി. അതിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, പലരും വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാൻ 42 കുട്ടികൾ, ഒരു കുട്ടിയെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് സുന്ദരം ഫിനാൻസ് ജപ്തി ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി, 24 വയസ്സുള്ള പെൺകുട്ടി, ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് ചോദിച്ചാൽ എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു മോൾക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട്, മരിക്കാൻ പറ്റില്ല, മോളെ ഞാൻ നോക്കും, ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആ മോൾക്ക് കൈ കൊടുത്തു, അവളെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം അവൾക്കൊരു വീട് കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല. ഞാൻ എല്ലാവർക്കും വീട് കൊടുക്കും ജയിച്ച് MP ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പേരുകാരി ആ കുട്ടിയാണ്. രണ്ടാമത്തെ പേര് ആരിഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ്. അവർക്കുള്ളത് ചെറിയൊരു ഭൂമിയാണ്. അത് ആരിഫും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവും കൂടിയിട്ട് ഈ സ്ത്രീയോട് ആ സ്ഥലത്തിന് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ആ സ്ഥലം വിട്ട് പോകണം എന്ന് പറയാണ്. ആ സ്ത്രീ വന്ന് കരഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ വിഷ്വലുണ്ട്. ആ വീട്ടിൽ ഞാൻ ചെന്നു. പ്രായപൂർത്തിയായ മകളുണ്ട്. ഞാൻ ആ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചോളൂ, ഇതെൻ്റെ മകൻ ചെയ്തോളും എന്ന് പറഞ്ഞു. അതൊരു വീഡിയോ, ഞാൻ ആരും ഇത് മൊബൈലിൽ പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. എനിക്കത് അങ്ങനെ താല്പര്യമില്ല. ഞാൻ എൻ്റെ കൂടെ പരമാവധി മാധ്യമങ്ങൾ എന്താണ് ഒരാളോട് നമ്മൾ പേഴ്സണലായിട്ട് കാര്യം പറയുമ്പോൾ അവിടെ വരുന്നത് തന്നെ എനിക്ക് വിഷമാണ്. കാരണം നമ്മൾ എൻ്റെ മോൻ വെച്ച് തരും എന്ന് പറഞ്ഞ് അത് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ വിളിച്ച് ചോദിച്ചു അമ്മ എന്താണിത്, ഒരു ഇത്രയും പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ചാനലുകാരോട്? അപ്പം ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയില്ല, അവിടെ ആരോ മൊബൈലിൽ പിടിച്ചതാണത്, അത് മൊബൈലിൽ പിടിച്ച് അതൊരു വാർത്തയായി. ഞാനിത് എന്തെങ്കിലും അഭിനയിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ ഒറിജിനലായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരാളെ എന്നോട് വന്ന് ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ നാളെന്താണ്? അപ്പോൾ ഞാൻ എൻ്റെ നാൾ പറഞ്ഞു. ജനിച്ച സമയം എന്താണ്? ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ജാതകം എഴുതാനൊന്നും, കാരണം പ്രസവം നടക്കുമ്പോൾ തന്നെ കുട്ടി വേണോ അമ്മ വേണോ എന്ന് ചോദിക്കുക. വീട്ടിലാണ് പ്രസവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ മതി, കുട്ടി മരിച്ചാലും കുഴപ്പമില്ല എന്ന്. കാരണം അമ്മയായിട്ടാണല്ലോ അവർക്ക് അറ്റാച്ച്മെൻറ്റ്. എൻ്റെ മൂത്ത ചേച്ചിമാരോടൊക്കെ ഞാൻ ഇപ്പോഴും പറയും ഞാൻ മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായ കുട്ടിയല്ലേ എന്ന് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ തമാശയായിട്ട് അവരോട് ചോദിക്കും. അതായത് അമ്മയെ കിട്ടണോ കുട്ടിയെ കിട്ടണോ എന്ന് ചോദിച്ചാൽ എന്നെ അവർക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ പരിചയമുള്ള അമ്മയെ കിട്ടണമെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്താ പറയുക,
തൂക്കം കൂടുതലായിട്ട് ഒരു കുട്ടി ജനിക്കണു, അമ്മേനെയും കിട്ടുന്നു, കുട്ടീനെയും കിട്ടുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെ ജനിച്ച് വീണ് ഉള്ള അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ആണിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് എന്നെ സംബന്ധിച്ച് ഈ ദുഃഖങ്ങൾ കാണുമ്പോഴേ പെട്ടെന്ന് നമ്മൾ അവരെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ. അപ്പം മകൻ ഇങ്ങനെ പറയുണ്ടായി എന്നോട്. പക്ഷേ ഞാൻ പറഞ്ഞു നീ വീട് കൊടുക്കണം. അവൻ പറഞ്ഞു ശരി ഞാൻ വീട് കൊടുക്കാം. അപ്പം അന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ അവരെ ദത്തെടുത്തു മനസ്സുകൊണ്ട്. അതെനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയാണ്. ഇപ്പോഴും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ഞാൻ സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരാൾക്കെതിരായിട്ടും കുറേ കാര്യങ്ങളും വാർത്തകളൊക്കെ ക്രൈമിൽ വരുന്നുണ്ട്. അത് വളരെ കഠിനമായിട്ടുള്ള വേദനയോട് കൂടി തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ. അതായത് അതിനെ കൂടുതൽ പഠിക്കണമെന്നും അതൊന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഞാനിപ്പോൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പറഞ്ഞതിനൊരു അതായത് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളായി നടിച്ചുകൊണ്ട് ചില ആളുകൾ വന്നതായിരിക്കാനാണ് സാധ്യത. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്നെ തകർക്കാനുള്ള ഏറ്റവും വലിയ ടാർഗറ്റ് അവരാണ് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യാജമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മമ്മൂട്ടി BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ. അപ്പം മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ BJPക്ക് വേണ്ടി മമ്മൂട്ടി എവിടെയും വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ മൊഡ്യൂളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര പൈസ വേണമെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, അതായത് അതിന് ഒരു ഓഡിയോ കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാജമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് വളരെ ഭാവിയുള്ള, അതായത് ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സഹോദര തുല്യനായിട്ടുള്ള അനിൽ ആൻ്റണി വല്ലാതെ വേദനിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വാർത്തകളിൽ. എനിക്കറിയില്ല, ഞാൻ അതിലൊരു അപേക്ഷ നടത്തുകയാണ്. കാരണം അത് കുറേ കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാർത്തയുടെ പിറകിലൊന്ന് യാത്ര ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അത് മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ ചെയ്യുമോ ഇല്ലയോ? അതായത് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ TG നന്ദകുമാറിൻ്റെ ഒരു തീട്ടൂരവും വേണ്ട. കാരണം അതിനേക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ മലപ്പുറം ജില്ലയിൽ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടി മുതൽ ഇപ്പോഴത്തെ മിസ്റ്റർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള, അവിടുത്തെ നന്ദകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറും ശ്രീരാമകൃഷ്ണനും വിജയരാഘവനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മലപ്പുറം ജില്ലയ്ക്കകത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നന്ദകുമാറാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കി പിളർത്താമെന്നും അതിലൊരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ BJPക്കകത്തേക്ക് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ആ പ്രമുഖനായിട്ടുള്ള നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നിരുത്തി ശോഭാ സുരേന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ആ പാർട്ടിയെ പിളർത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ആണ് അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ അമിത്ഷാജി നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിന്? ഈ പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ റിസീവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ. അല്ലാതെ മിസ്റ്റർ അതെ ഞാൻ പറയട്ടെ, എന്താണ് TG നന്ദകുമാർ, ഈ TG നന്ദകുമാറിനെ അറിയപ്പെടുന്നത് ദല്ലാൾ നന്ദകുമാർ എന്നാണ്. ഈ ദല്ലാൾ നന്ദകുമാർ അല്ല, ഏത് വ്യക്തിയിലൂടെയും ഏത് പ്രഗത്ഭനായിട്ടുള്ള ആളെ പ്രസ്ഥാനത്തിനകത്തേക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു സൂചന വന്നാൽ അത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സംവിധാനമുണ്ട്. ഞാൻ 5 പേരിൽ ഒരാളായിരുന്നു. അമിത്ഷാജി നിയോഗിച്ച മെമ്പർഷിപ്പ് ഡ്രൈവ് ഓൾ ഇന്ത്യ കൺവീനറാണ് ഞാൻ. എനിക്ക് BJPയിലേക്ക് ആര് വരാൻ തീരുമാനിച്ചാലും അവരെ രഹസ്യമായിട്ട് പോയി കാണാനും സംസാരിക്കാനുമുള്ള അനുവാദം ആരാധ്യനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്നത്തെ കഥയല്ല അദ്ദേഹം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. പക്ഷേ ആ വ്യക്തിയുടെ പിറകിൽ ഞാൻ പരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ രഹസ്യങ്ങളുടെ ഉള്ളറകൾക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എൻ്റെ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വരാനാണ്. അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ആരുടെയെങ്കിലും തലകുനിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഈ നന്ദകുമാറിൻ്റെ ഒരു ശുപാർശയുടെയും ആവശ്യം എനിക്കില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഈ ജന്മത്ത് ആര് തപസ്സിരുന്നാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. EP ജയരാജൻ പിണറായി വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട്. അത് ആര് പറഞ്ഞു? ജയരാജൻ അല്ല നേരിട്ട് പറഞ്ഞത്, ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത്. അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട്.
അതുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൾ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് EP ജയരാജനാണ്. അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല. ശോഭാ സുരേന്ദ്രൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല. അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയൊരു വേട്ടയാടൽ അത് ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. പാർട്ടി പറയുന്ന ഏത് ദൗത്യവും ഞാൻ ഇത്രയും കാലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ്. എന്താണെന്നറിയോ, നാളെ ഒരു പ്രധാനപ്പെട്ട ജോലി ശോഭാ സുരേന്ദ്രന് ഏതെങ്കിലും ഒരു ജില്ലയിൽ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് സംസ്ഥാന ഘടകത്തിനും ആശങ്കയില്ല, അഖിലേന്ത്യാ ഘടകത്തിനും ആശങ്കയില്ല. മലപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ മലപ്പുറത്ത് പോയിട്ടുണ്ട്, എറണാകുളത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ എറണാകുളത്ത് മത്സരിച്ചു, പാലക്കാട് മത്സരിച്ചു, തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിച്ചു. ഇത് 6ാമത്തെ ജില്ലയാണ് ആലപ്പുഴ പാർലമെൻറ്റ്. ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് ചെല്ലുന്ന സമയത്ത് 60,000 വോട്ട്, അത് 1,38,650 എൻ്റെ പ്രവർത്തകന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് എനിക്ക് കിട്ടി. 90 2 ലക്ഷമായിട്ട് ആറ്റിങ്ങലിൽ കിട്ടി. ആറ്റിങ്ങലിൽ എന്നേക്കാൾ പാർട്ടിയിൽ ചുമതലയുള്ള കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടും മന്ത്രിക്ക് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ പ്രൗഢി തെളിയിക്കാൻ പറ്റും എന്നുള്ളത് തോന്നൽ സംസ്ഥാന ഘടകത്തിനും അഖിലേന്ത്യാ ഘടകത്തിനും ഉണ്ടായിട്ടാവണം. അല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട്. ആ സംവിധാനം അതെല്ലാം തന്നെ നോക്കുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ട് കൂടെ ഒരു എന്താ പറയുക, ഒരു പക്ഷിയുടെ ചിറകെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമാണല്ലോ. അല്ലെങ്കിൽ 2 ചിറകുകൾ ബലപ്പെട്ടാൽ ആ പക്ഷിക്ക് പറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണല്ലോ പ്രസ്ഥാനവും. അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചിറകായിട്ടുള്ള എന്നെ കൂടുതൽ സഹായിക്കാനും എന്നെ വിജയിപ്പിക്കാനും ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വന്നത്, കഴിഞ്ഞ ദിവസം വരികയും ഒക്കെ ചെയ്തത് അദ്ദേഹം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കണം. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം ഒട്ടും മോശമല്ലെന്നേ. കാരണം ആറ്റിങ്ങലിൽ 90,000 നമുക്ക് 2.5 ലക്ഷം ആക്കാമെങ്കിൽ ഈ ഇവിടുത്തെ 2 ലക്ഷത്തോളം വോട്ടുള്ളത് 4 ലക്ഷമാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? 4 ലക്ഷത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയും അതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങൾ സംഘടിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉചിതമായിട്ട് അവർ ആ കൃത്യം നിർവഹിക്കും. കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കോൺഗ്രസിനൊരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല. ആകെയുള്ളത് ഒരു BJP-കാരിയായിട്ടുള്ള NDAയിൽ താമരയിൽ മത്സരിക്കുന്ന ഞാൻ മാത്രമാണ്. അപ്പോൾ ഈ സദേൺ കേരളം മുഴുവൻ പാർലമെൻറ്റിൽ സ്ത്രീ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്കൊരു പ്രതിനിധി വേണ്ടേ? കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള സ്ത്രീകൾ ഇത്തവണ എന്നെ കൈപിടിച്ച് അനുഗ്രഹിക്കുമെന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് തരംഗമാണ് ഞാൻ ആലപ്പുഴ പാർലമെൻറ്റിൽ അനുഭവിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പോലീസ് ലാത്തി ചാർജിൽ പല്ലുകൾ നഷ്ടപ്പെട്ട, ഇപ്പോൾ ഒരു പല്ല് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പല്ല് നിങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട, ഇവിടെ മുതൽ ഇവിടം വരെ പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വന്ന, അതിന് ഹോസ്പിറ്റലിൽ കടന്ന, ടോൾ സമരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ലാത്തി ചാർജ് എന്ന് പറയുന്നത് ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇങ്ങനെ ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി ശരീരം അടിച്ചു നുറുക്കി കളഞ്ഞതാണ്. അതിൻ്റെ രേഖകളുണ്ട്. അത് വിഷ്വല് അന്ന് അവിടുത്തെ ഒരു തൃശ്ശൂർ ജില്ലയിലെ TCV മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി മാധ്യമങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ദൂരേക്ക് പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകളുടെ ഹൃദയം പിളർക്കുന്ന രീതിയിലായിരുന്നു അന്ന് എന്നെ അവിടുത്തെ പോലീസ് മർദ്ദിച്ചത്. പക്ഷെ അത് ഏതെങ്കിലും DYSPയോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ല. അവർക്ക് അടിക്കാൻ കൈബൊന്നില്ല. കാരണം അവർക്കറിയാം അവരെ എനിക്ക് തിരിച്ചറിയുമെന്ന്. പക്ഷെ പകരം വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ലാത്തി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തലയിൽ ഈ തൊപ്പിയും വെച്ച് അടിച്ച് തകർത്ത് കളയുന്ന രീതിയിലുള്ള ആളുകളാണ് അവിടെ. 2000-3000-ഓളം വരുന്ന ആളുകളാണ് അന്ന് അവിടെ സന്നിവേശിപ്പിച്ചത് ഈ സമരത്തെ ഒതുക്കാനായിട്ട്. കാരണം ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾ അത്രയും ഏറ്റെടുത്ത വിഷയമായിരുന്നു. അന്ന് ഞങ്ങളുടെ രാജഗോപാൽജി ബൈ ഇലക്ഷനിൽ മത്സരിക്കുക. ഈ ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ മുഴുവൻ ദിവസവും മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോന്നു. ആ സമയത്താണ് ടോളിൽ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു, ചെറിയ വഴി. ആ വഴിയിലൂടെ കാറുകൾക്കെല്ലാം യാത്ര ചെയ്തിട്ട് ടോളിനെ മറികടന്ന് വരാൻ പറ്റുമായിരുന്നു. ഞാൻ ഇവിടേക്ക് പോന്ന ആ സമയം നോക്കിയിട്ടാണ്
പുലർച്ചെ 5 മണിക്ക് ആ റോഡ് അടച്ചു കളഞ്ഞത്, സിമെൻറ്റ് അടച്ചു കളഞ്ഞു. അവിടെ അത് എന്തിനു വേണ്ടി അടച്ചു കളഞ്ഞത്? അത്രയും പൈസ. ഇപ്പോൾ അന്വേഷണം വന്നല്ലോ, ഈ ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവരധികം പറ്റിയിട്ടുണ്ട്. ആ അന്വേഷണവും ഇപ്പോൾ നീങ്ങി മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ABVPയുടെ സമയത്ത് ബസ് ഉപരോധം നടത്തിയിട്ട് അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ആദിവാസികൾക്കെതിരായിട്ടുള്ള നീണ്ടു നിന്ന സമരം, ആ സമരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ടോൾ സമരത്തിലെ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും ജീവനോട് കൂടിയിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ. ഒരു ആശുപത്രിയിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഓർത്തോപെഡിക് സർജൻ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തു. അതായത് ഞാൻ യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ തരുന്നു. ആ ഇഞ്ചക്ഷൻ മതിയല്ലോ. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ 2 മണിക്കൂർ സമയം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറയുന്നു. ഞാൻ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഗൈനക്കോളജിസ്റ്റ് വരാത്തത്? കാരണം അവരല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ തന്നത്. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണ്, ഗൈനക്കോളജിസ്റ്റ് രാത്രി കാലങ്ങളിൽ വരില്ല. അപ്പോൾ 9 മണിക്ക് വീണ്ടും ഇഞ്ചക്ഷൻ, കാരണം യൂറിൻ പോകാനായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. 9 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം രാത്രി 9 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, കുറച്ച് യൂറിൻ പോകുന്നു. 9:45 എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, ഓട്ടുപാറയാണ്, അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാത്രിയിൽ ഉറങ്ങുകയാണ്. 2 ഇഞ്ചക്ഷൻ്റെ ഒരു നമുക്കുണ്ടാവുമല്ലോ ശരീരത്തിൽ. ഉറങ്ങി എണീറ്റ് രാത്രി 1 മണി 1:30 മണിയായ സമയത്ത് എന്നെ കണ്ട് എനിക്ക് വെള്ളം തരാനായിട്ട് ചേച്ചിയുടെ മകള് വന്നു, മകൻ്റെ ഭാര്യ. അവൾ എന്നെ കണ്ട് പേടിക്കാൻ, അത്രയും വികൃതമായ രൂപത്തിൽ. എനിക്കൊരു കണ്ണ് മാത്രം ചെറിയ രീതിയിൽ കാണാം, ബാക്കി ശരീരം മുഴുവൻ നീര് വന്ന് റോസ് കളറായിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് തലവഴി മൂടിയിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ വന്നത്. ഒരാഴ്ചക്കാലം ഞാൻ ആശുപത്രിയിൽ കിടന്നു. ഈ ഡോക്ടറോട് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു, എന്ത് ഇഞ്ചക്ഷനാണ് നിങ്ങൾ ചെയ്തത്? സമ്മറി വരെ അയാൾ കൊടുത്തില്ല. അപ്പോൾ ഈ സമ്മറി വരെ തരാതെ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ഞാൻ എന്താ ഡോക്ടറുടെ പേര് പറയാത്തത്? എന്താ ഞാൻ ആശുപത്രി അടിച്ചു പൊളിക്കാൻ നേതൃത്വം കൊടുക്കാത്തത്? കാരണം അയാൾ എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല എന്നാണ്, ഈ തെറ്റ് ചെയ്തതിന് ശേഷവും. എനിക്ക് അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ ഒരുപാട് നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ ജോലി. ആ ആശുപത്രി സ്ഥാപനം മുമ്പ് അടിച്ചു പൊളിച്ചിട്ടുള്ളതാണ്. വീണ്ടും ആ സ്ഥാപനത്തിനൊരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തകർക്കപ്പെട്ടു പോലോ എന്ന് കരുതി സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതെനിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, അയാളും ചില ആളുകളുടെ കൂടെ കൂടി ചില ആളുകളെ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കളി അയാളൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പറഞ്ഞ് നിർത്തുന്നത്. കാരണം ഇനി അയാൾ അതിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ, അതിന് അയാൾക്ക് എന്നോട് എന്താ വൈരാഗ്യം? അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് 18 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെ പേരിൽ സമരം ചെയ്ത ആളാണ് ഞാൻ. അന്ന് യുവമോർച്ച ശക്തമായിട്ട് സമരരംഗത്ത് വന്നു. ഈ മനുഷ്യനെ 3 ദിവസം ജയിലിലിടാൻ പറ്റി എനിക്ക്. മുഖ്യമന്ത്രി അച്യുതാനന്ദനെ നേരിട്ട് വന്ന് കണ്ടു ഞാൻ. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കേദാരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത്. മുഖ്യമന്ത്രി അനുഭാവപൂർണ്ണം അത് സ്വീകരിച്ചു. അവിടുത്തെ SP നിർദ്ദേശം കൊടുത്തു, ഇങ്ങനെ തെറ്റ് ചെയ്തവരെ നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാളെ കയ്യോടെ പിടിച്ച് അകത്തിട്ടു. ആ ഡോക്ടറുടെ പാർട്ട്ണർ കൂടിയാണ് ഇയാൾ. അപ്പോൾ എനിക്ക് സംശയിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനെ വേണമെങ്കിൽ വേറെ ഏതൊരു പൊതുപ്രവർത്തിയാണെങ്കിലും അവരവരുടെ പാർട്ടി നേതൃത്വത്തെ ഇത് അറിയിച്ചുകൊണ്ട് അവിടെ കിടക്കും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ആ ആശുപത്രിയുടെ പൊടി പോലും ഇപ്പം ഉണ്ടാവില്ല കാണാനായിട്ട്. പക്ഷെ ഞാൻ അതിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ അതും ഭഗവാന് വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി, ആ സുപ്രീം കോടതി ആയിട്ടുള്ള കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന 2 പേര് ഇപ്പോൾ ജയിലിനകത്ത് പോയല്ലോ. എൻ്റെ വീടിനകത്ത് തന്നെ കയറി കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കി പാലക്കാട്ടുകാരൻ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക്കനെ ഉപയോഗിച്ച് എനിക്കെതിരെ പണി ചെയ്ത ആളുകൾ മറ്റ് 3.5 കോടി രൂപ തട്ടിപ്പ് കേസിൽ ജയിലിനകത്ത് പോയില്ലേ? അതെന്തുകൊണ്ട് പോയി? ദൈവമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പണ്ടൊക്കെ ഞാൻ പറയാറ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തരായിട്ടുള്ള ആളുകളുടെ വീടുകളിലൊന്നും പോകണ്ടെന്നാണ്. ഞാൻ ഇത്തവണ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഉൾപ്പെടെ നിങ്ങളും എല്ലാ വീടുകളിലും നമ്മൾ ഇത്തവണ പോവും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർത്ത് കളഞ്ഞ ഒരാളാണ് KC വേണുഗോപാൽ. അഖിലേന്ത്യാ തലത്തിൽ വലിയൊരു പൊസിഷനിലാണ് KC വേണുഗോപാൽ ഇരിക്കുന്നത്. പക്ഷേ പരിണിതപ്രജ്ഞരായിട്ടുള്ള എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്
മുകളിലേക്ക് കയറി പോകാനുള്ള അവസരം സോണിയ മാഡം കൊടുക്കുമെന്നുള്ള ഉറപ്പുള്ള ഘട്ടത്തിൽ പോലും അവരുടെ പേരുകൾ വെട്ടിപ്പിച്ച് ഞാനും സോണിയ മാഡവും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മാത്രം മതി എന്നുള്ള രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള KC വേണുഗോപാൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ, അതായത് ദുരന്തം അനുഭവിച്ചവരുടെ മനസ്സിനകത്തുള്ള ഒരു റിയാക്ഷൻ കൂടി പ്രതിഫലിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും. കൂടാതെ ഞങ്ങളെ സംബന്ധിച്ച് KC വേണുഗോപാലിന് എതിരായിട്ട് എനിക്ക് മത്സരിക്കാൻ കിട്ടിയതിനെ ഞാൻ സന്തോഷമായിട്ട് കാണുകയാണ്. കാരണം ഇദ്ദേഹം അവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ മുള്ളും ഉരുക്കും മുറുക്കമ്പാമ്പ് പോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അഴിമതിക്കാരുടെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. പക്ഷേ എന്ത് നേതൃത്വം കൊടുത്താലും ഓരോ ദിവസം കഴിയും തോറും ഒരു KPCC അധ്യക്ഷൻ, ഒരു ഓൾ ഇന്ത്യ നേതാവ്, ക്യാബിനറ്റ് മിനിസ്റ്റർമാർ, മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർമാർ, സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന് കോൺഗ്രസ് പ്രസ്ഥാനം ഉപ്പുവെച്ച കലം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അങ്ങനെ ഒരാളെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കിട്ടിയതിനെ ഞാൻ വളരെ സന്തോഷം കൊണ്ടാണ് നോക്കിക്കാണുന്നത്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമം KC വേണുഗോപാൽ ചെയ്യുന്നത്. ഇവിടെ KC വേണുഗോപാലിൻ്റെ ഫ്രണ്ട് കരിമണൽ കർത്തയാണ്. KC വേണുഗോപാലിൻ്റെ ഡൽഹിയിലെ ഫ്രണ്ട് ശിശ്രാം ഓലെ എന്ന് പറയുന്ന രാജസ്ഥാനിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം മേജർ മൈനിങ്ങിൻ്റെ കൂടി മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിനെതിരെ ദേശീയ ഏജൻസി മുൻപാകെ കൊടുത്തിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം, ഇവിടെ മത്സരിക്കുന്ന ആരിഫ് ഒരക്ഷരം പോലും കരിമണൽ കർത്തയ്ക്കെതിരെ ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. സജീവൻ്റെ ഭാര്യയെ കാണാൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. തോട്ടപ്പള്ളിയിൽ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ അവരുടെ ബ്രാഞ്ചിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള സജീവൻ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടുവെങ്കിൽ സജീവനെ ആര് കൊന്നു? മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? സജീവനെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. കടലിലാണ് സജീവൻ മരിച്ചതെങ്കിൽ കടലിൽ പോയി മരിച്ചവരുടെ എല്ലാം തിര കൊണ്ടുവന്നിട്ടുണ്ട് ഡെഡ് ബോഡി. സജീവൻ്റെ മാത്രം ബോഡി കിട്ടിയില്ല. സജീവൻ എല്ലാ പാർട്ടി യോഗങ്ങളിലും കരിമണൽ കർത്തയെ ഇവിടെ നിന്ന് നാട് കടത്തണമെന്നും ഒരു വിഭാഗം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ ഈ കരിമണൽ കർത്തയുടെ കൂടെയാണ് എന്നും പറഞ്ഞ് ഇതിനെതിരെ പ്രതികരിച്ച ആളാണ്. ആ സജീവനെ കൊലപ്പെടുത്തി. ഞാൻ ഭാര്യയെ കാണാൻ പോയി. 10 നയാ പൈസ മാർക്സിസ്റ്റ് പാർട്ടി ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. ഒരു മകനും ഒരു മകളും ഉണ്ട്. ഈ സ്ത്രീ ചെമ്മീൻ നുള്ളിയിട്ട് ജീവിക്കുകയാണ്. പീലിംഗ് ഷെഡിൽ പോയി ജോലിയെടുത്ത് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് ആ സ്ത്രീ ജീവിക്കുന്നത്. അവർക്ക് ഭീഷണിയുണ്ട്. ആ കേസ് അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ലോബി, കരിമണൽ ലോബിയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലിനെ തന്നെ അതിനുവേണ്ടി ദുരുപയോഗിക്കാൻ പരിശ്രമിച്ച ഒരു സാഹചര്യവും എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തണം എന്നാണ് എൻ്റെ മോഹം. അന്ന് ഞാൻ തീർച്ചയായിട്ടും ശ്രീമാൻ നന്ദകുമാർ അങ്ങേയും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അറിയിപ്പ് തരുന്നതായിരിക്കും. അല്ല, ഇതാണ് എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയം, അതായത് ഞാനല്ല, അതായത് ഈ ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ ആ ചാനൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സ്ത്രീ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു. എന്നെ സ്നേഹമാണ് എന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു. ശോഭാ സുരേന്ദ്രനെ സ്നേഹമാണെന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ഈ വാർത്ത കേട്ടതിന് ശേഷവും ആ വാർത്ത തന്നെ തുടരാൻ അനുവദിക്കുന്നു. രാത്രി മുഴുവൻ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരുന്നു. ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കള്ളവാർത്ത. അപ്പോൾ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രനെ സ്നേഹമായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്ത് ചെയ്യണം? ഈ വാർത്ത വിഡ്രോ ചെയ്യിക്കണം. അത് വിഡ്രോ ചെയ്യിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് 24 ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. ഇത് ഗോകുലം ഗോപാലൻ്റെ ഫോൺ നമ്പറാണ്. ഈ ഗോകുലം ഗോപാലൻ്റെ നമ്പർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എന്തിനാണ് ഗോകുലം ഗോപാലൻ എന്നെ വിളിക്കുന്നത്? ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗോകുലം ഗോപാലൻ 9:45 എന്നെ ഫോണിൽ വിളിക്കുന്നു. 9:47 വീണ്ടും ഫോൺ വിളിക്കുന്നു. എൻ്റെ സെക്രട്ടറി എടുക്കുന്നു. ഞാൻ ആ സമയത്ത് വീട് സമ്പർക്കത്തിലാണ്. എൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ദീപയെ 4 തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു. എൻ്റെ മറ്റൊരു സെക്രട്ടറി ആയിട്ട് കൂടെയുള്ള ചിഞ്ചു, ആ കുട്ടിയെ 6 തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു. എന്താണ് ഗോകുലം ഗോപാലന് ഇത്ര ഭയപ്പാട്? എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത്? അപ്പോൾ ഉത്തരം പറയേണ്ടത് ആരാണ്? അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. എനിക്ക് ഗോകുലം ഗോപാലനല്ല, അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ, ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ? കയ്യിൽ 1000 കോടിയുള്ള ഒരാൾ, അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത്? ഒരു പേടിയും എനിക്കില്ല. കാരണം അങ്ങനെ പേടിക്കില്ല.
ഒറ്റ തവണയേ ഒരാൾക്ക് മരണമുള്ളൂ ജീവിതത്തിൽ, ഒറ്റ തവണ. അത് നല്ല തന്തയ്ക്ക് പിറന്ന് തന്നെ നിലനിന്നുകൊണ്ട് മരണമാണെങ്കിൽ മരണം, ജീവിതമാണെങ്കിൽ ജീവിതം, ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കെ.സി. വേണുഗോപാലിന് ഏതെല്ലാം മേഖലകളിൽ പണം സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ദേശീയ ഏജൻസി മുൻപാകെ ഞാൻ മുന്നോട്ട് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നുള്ളത് ഓർക്കേണ്ടത് കെ.സി. വേണുഗോപാല, ഞാനല്ല. ഞാൻ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ഞാൻ പിൻവാങ്ങാൻ തയ്യാറല്ല. മാത്രവുമല്ല, വേണുഗോപാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കണം, വേണ്ടേ? 24 മണിക്കൂറിനുള്ളിൽ കേസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഈ മേജർ മൈനിങ്ങിന് ആലപ്പുഴ തീരത്തെ ഉപയോഗപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനമുണ്ട്. 18 ദിവസം കെ.സി. വേണുഗോപാൽ ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ കോടതി പോയിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കി കെ.സി. വേണുഗോപാലിന് വേണ്ടി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ കാണാതായി, മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ? എവിടെ ഫയലുകൾ? അത് കഴിഞ്ഞു. അന്ന് ഇവിടെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ കേരളത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ച് ഈ അഴിമതിക്കാരനായിട്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ വക്കീലായിട്ട് രംഗത്ത് വന്നു. മറ്റേ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോന്റെ ഒരു കഥാപാത്രമുണ്ട്, മണിമല മാമച്ചൻ. ആ മണിമല മാമച്ചന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് കരിമണൽ കർത്തയുടെ കേസും വേണ്ട, ഒന്നും വേണ്ട, പണം മതി എന്ന് തീരുമാനിച്ച്, ഞാനൊക്കെ വിചാരിച്ചത് ഒരു ചെറുപ്പക്കാരൻ, ഈ മാത്യു കുഴൽനാടനൊക്കെ അല്പം ധർമ്മമുണ്ടാകുമെന്നാണ്. അപ്പോൾ കരിമണൽ കർത്തയുടെ പണത്തിന്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല എന്നുള്ള തീരുമാനമാണ് കർത്ത എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിനൊരു വ്യവസ്ഥ ഞാൻ ഉണ്ടാക്കും. ഇലക്ഷൻ സമയത്തിന് മുൻപാണോ 3.5 കൊല്ലം മുമ്പ് കരുവന്നൂരിലെ തട്ടിപ്പ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത് പൊതുസമൂഹം അറിഞ്ഞത് എപ്പോഴാണ്? 3 വർഷത്തിന് ശേഷമല്ലേ? കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കെ.സി. വേണുഗോപാലിന്റെ അനധികൃതമായിട്ടുള്ള പണസമ്പാദനത്തിനെ കുറിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ശിശറാം ഓലയുടെ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ രേഖകൾ മാത്രമേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ദേശീയ ഏജൻസി മുൻപാകെ വിഷയം അവതരിപ്പിച്ചിട്ട് എത്ര സമയമായെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും, ദേശീയ ഏജൻസി എന്താ? ദേശീയ ഏജൻസി കാര്യങ്ങളെല്ലാം പഠിച്ച് പരിശോധിച്ച് കൃത്യമായി അരവിന്ദ് കെജ്രിവാളിനെ കൈകാര്യം ചെയ്യാൻ ഇത്രയും കാലതാമസം വന്നു അല്ലേ? അതിനെക്കുറിച്ച് പരിപൂർണമായി പഠിക്കാനാണ്. ചിദംബരത്തിനെ മാസങ്ങളോളം അന്വേഷിച്ച് അവസാനം ചിദംബരത്തിനെ ജയിലിൽ അയക്കാൻ സാധിച്ചുവെങ്കിൽ കെ.സി. വേണുഗോപാലിനെയും ജയിലിൽ അയക്കാനുള്ള പദ്ധതികളുണ്ട്. ഇത് കെ.സി. വേണുഗോപാൽ മാത്രമല്ല, എക്സാലോജി കമ്പനി പിണറായി വിജയന്റെ കമ്പനിയാണ്, മകളുടെ കമ്പനിയാണ്. ഈ എക്സാലോജി കമ്പനിയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ കരിമണൽ കർത്തയുടെ മണലിറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും പിണറായി വിജയന് ബന്ധമുണ്ട്. ദുബായിൽ കെ.സി. വേണുഗോപാലും കരിമണൽ കർത്തയും പിന്നെ ഈ ഫയല് സഹായിക്കാൻ വേണ്ടി പിണറായി വിജയനും വന്നത് വെറുതെയല്ല. ഈ കെ.സി. വേണുഗോപാലിനെതിരായിട്ടുള്ള കരിമണൽ കേസും രാജസ്ഥാനിലെ മൈനിങ് കേസും അന്വേഷിച്ചാൽ അതിനകത്തേക്ക് ഒരു പുതിയ ആൾ കടന്നു വരികയാണ്. അത് വീണയാണ്. ആ വീണ നോക്കുകൂലിക്ക് വാങ്ങിയിട്ടുള്ള പണം മാത്രമല്ല. പിണറായി വിജയൻ PV അല്ലെങ്കിൽ വീണ എന്നുള്ള പേര് വന്നിട്ടുണ്ടല്ലോ, അത് നോക്കുകൂലിയൊന്നുമല്ല. ഈ വീണയ്ക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ.സി. വേണുഗോപാലിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വിട്ടുപടിക്കലേക്ക് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട്, വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും. നിങ്ങൾ രണ്ടുപേരും, കെ.സി. വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ്. അത് തെളിയിക്കാൻ കൂടിയുള്ള ബാധ്യതയുമായിട്ട് തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തകയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ആ വിഷയങ്ങൾ ഉണ്ടാകും. സംസ്ഥാന ഘടകമാണെങ്കിലും അഖിലേന്ത്യാ ഘടകത്തിൽ ഈവൻ മോദിജി, അമിത്ഷാജി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പുമായിട്ട് ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരാൾ കാര്യങ്ങൾ സംസ്ഥാന ഘടകത്തോടും അഖിലേന്ത്യാ ഘടകത്തോടും സംസാരിക്കാതെ ഇങ്ങനെയുള്ള വലിയ വമ്പന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോവില്ലല്ലോ. അപ്പം അത്യാവശ്യം ഒരു ബുദ്ധി എനിക്കും ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ എന്നെ അങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും ചില ആളുകൾ വന്ന് അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ ഭീഷണിപ്പെടുത്താനോ പെട്ടിയിൽ നിറച്ച് പണം കാണിക്കാനോ ഒന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് അങ്ങേ അറ്റത്തോളം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. കോലളമ്പ് ഭൂമി തട്ടിപ്പ് കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ആ സ്വത്ത് മുഴുവൻ ഇന്ന് മരവിച്ച് കിടക്കുന്ന അവസ്ഥയിൽ എത്തിക്കാനും എടപ്പാൾ കോലളമ്പിലെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാതൃഭൂമി പോലൊരു പത്രം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും ഓരോ കാര്യങ്ങളുടെയും പിറകിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
ദൈവികമായിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. ഞാൻ ഒരു കൃഷ്ണഭക്തിയാണ്. കൃഷ്ണനാണെങ്കിലോ, അതായത് മറ്റെല്ലാ ഭഗവാന്മാരെ കുറിച്ചും പറയുന്നത് പോലെയല്ല, സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ച് കണ്ണീരണിയിപ്പിച്ച്. കാരണം പൂന്താനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെയാണ്. പൂന്താനത്തിനൊരു ഉണ്ണിയെ കൊടുത്തിട്ട് ആ ഉണ്ണിയെ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. അതായത് ഒരു കുട്ടിയെ ആറ്റുനോറ്റി കിട്ടിയിട്ട് ആ കുട്ടിയെ ഉറക്കാൻ കിടത്തി ആ പ്രദേശത്ത് അന്ന് അവിടെ സദ്യക്ക് വന്ന ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളെല്ലാം ഭാണ്ഡവും തുണിയും ഒക്കെ വെച്ച് ശ്വാസം മുട്ടിയിട്ടാണ് പൂന്താനത്തിൻ്റെ കുട്ടി മരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പൂന്താനം കരഞ്ഞ് ദുഃഖിതനായിട്ട് ഇരുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, പൂന്താനത്തിന് ഞാൻ ഉണ്ണിയായിട്ട് പോരെ എന്ന് ചോദിച്ച ഭാഗമുണ്ട്. അതേപോലെ പൂന്താനം രചിച്ചിട്ടുള്ള ജ്ഞാനപ്പാനയും വലിയ സംസ്കൃതത്തിൻ്റെ അഗ്രേസരനായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള നാരായണീയവും രണ്ടും രണ്ട് തലത്തിലാണ്. പക്ഷേ പൂന്താനം എഴുതിയതിൽ അമരപ്രഭോ എന്ന് എഴുതേണ്ടതിന് പകരം മരപ്രഭോ എന്ന് എഴുതിയപ്പോൾ സംസ്കൃത വ്യാകരണം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് ചിരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ആളാണ് ഭഗവാൻ കൃഷ്ണൻ. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞാണ്, ഞാൻ മരപ്രഭുവായിട്ട് ഈ ലോകം ഉള്ളിടത്തോളം, ഈ പ്രകൃതി ഉള്ളിടത്തോളം ഗുരുവായൂർ സന്നിധിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ മരപ്രഭുവിനെയാണ് നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ കാണുന്നത്. കാരണം ഭഗവാൻ എപ്പോഴും പരീക്ഷിക്കും. എന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് കണ്ണീരണിയിപ്പിച്ചുകൊണ്ടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും കൃഷ്ണൻ തന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണഭക്തി എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തല്ലേ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവദ സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ മനനം ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രകൃതിക്ക്, മനുഷ്യർക്ക്, വിദ്യാർത്ഥികൾക്ക് എല്ലാം മെസ്സേജസ് തരുന്ന ഒന്നാന്തരം ഒരു ടെക്നോളജിസ്റ്റാണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരു സ്ത്രീ ഒരു 9ാമത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലും എന്നെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചവരുണ്ട്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചേനെ. അപ്പോൾ അതിനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്ന് പാർലമെൻറ്റിൽ ത്രികോണ മത്സരം ഉണ്ടാകുന്നു. ഇവിടെ ജനം മുഴുവൻ സ്വീകരിക്കുന്നു. ഓരോ ദിവസവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രാദേശികമായിട്ട് ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു. വലിയൊരു ബൂം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ബുദ്ധിയാണ് ചാനൽ ഉപയോഗിച്ചത്? ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രവർത്തകരും ഞാനും 2 തട്ടിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് അറിഞ്ഞ് ഞാൻ ഓടി വരികയാണ്. ആ സമയത്താണ് ഇന്ത്യയിലെ 3ാമൻ, അതായത് മോദിജിയും അമിത്ഷാജിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയിൽ ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റർ BL സന്തോഷ്. അദ്ദേഹം വരെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരികയാണ്. ന്യൂസ് വന്നപ്പോൾ ഞാൻ വിളിക്കുകയാണ്. ഞാൻ അവരുടെ പലരെയും വിളിച്ചു. ഇത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്, ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടും അവരെടുത്തു കളയാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ് എന്നുള്ളത് ഈ ചാനലിനും അറിയാം, ഇവിടുത്തെ റിപ്പോർട്ടർക്കും അറിയാം. കാരണം എല്ലാവരെയും നമ്മൾ ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. പക്ഷേ അപ്പോൾ അവർ ചോദിച്ചു ബർത്ത്ഡേ പ്രോഗ്രാം വല്ലതുകൊണ്ടോ? ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1-2 ചാനലിനെ മാത്രം നമുക്ക് വിവരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പോരാട്ടം നടത്തുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇവർ ജയിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ജയിച്ചാൽ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ചൂണ്ടിക്കാണിച്ച് തരുന്ന എത്രയോ പാവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു ലോബി ഞാൻ കടന്നു പോകരുത്. കാരണം ഇന്നിരിക്കുന്ന എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ലാതെയാണ് ഞാൻ ഇത്രയും വലിയ പോരാട്ടം നടത്തുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും വലിയ പോരാട്ടം സിഗ്നേച്ചർ ചെയ്യാൻ പേന കൂടിയുള്ള ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, MP ആയിട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, ആ ശോഭാ സുരേന്ദ്രൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാഹചര്യം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഗോപാലിനേക്കാൾ വലിയ മുന്തിയ ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ് പോകുന്നത്. മലപ്പുറത്തു നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും കോഴിക്കോട്ട് നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും അതുണ്ട്. ഒന്ന് പറയട്ടെ, ഗോപാലൻ 24 ചാനലിൽ എത്ര ശതമാനം ഷെയറാണ് അദ്ദേഹത്തിനുള്ളത്? കൂട്ടുകാരൊക്കെയാണ്? ഒന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ എല്ലാം പേരൊന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുകയാണ്.